സഹാബത്ത് അങ്ങനെയാണ്. ഒരു ഹദീസ് കേട്ടാൽ അവരുടെ താല്പര്യത്തിന് യോജിക്കുമോ, അവരുടെ ഇഷ്ടത്തിനെതിരാണോ, അവര് ദാഹിച്ചു മോഹിച്ചു കൊണ്ട് നടന്ന ആറ്റുനോറ്റ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണോ, അതൊന്നും അവിടെ പ്രശ്നമല്ല. നബി തങ്ങൾ പറഞ്ഞുവോ, തങ്ങൾ സ്വീകരിക്കാൻ സന്നദ്ധരാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു ഷാമിലേക്ക് പുറപ്പെടുകയാണ്. ഒരു മാസത്തെ വഴിദൂരമാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. ഒരു ഹദീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് ഓർക്കണം. ഈജിപ്തിലേക്കതാ അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്നും യാത്ര പോകുന്നു. ഒരു വരി കേൾക്കാനാ പോകുന്നത്, ഒരൊറ്റ വരിയുള്ള ഒരു ഹദീസ് കേൾക്കാനാ പോകുന്നത്. മൈലുകളോളം വാഹനം കെട്ടി യാത്ര പോയിട്ട് അതേ നബി തങ്ങളുടെ സഹാബിമാര് പിൽക്കാലത്ത് അവർക്കൊരു ഹദീസും ഒരു സുന്നത്തും നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചുകൊണ്ട് യാത്ര പോകുന്നു. നമ്മളോ, നമ്മുടെ വീട്ടിൽ ഷെൽഫിൽ നിറഞ്ഞു കിടക്കുന്നു ഹദീസ് ഗ്രന്ഥങ്ങൾ. വിരലൊന്ന് നൊടിച്ചാൽ സ്ക്രീനിൽ ചെളിയുന്ന ഒരുപാട് ഹദീസുകൾ. ഒരു ഹദീസെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടോ? ഒരു ഹദീസെങ്കിലും വായിച്ചു നോക്കാൻ വീട്ടിലിരുന്ന് തയ്യാറായോ? കാതങ്ങളോളം അപ്പുളം യാത്ര ചെയ്തു പോയിട്ടുള്ള നേതാക്കന്മാരെവിടെ? ഒരു ഹദീസ് കേട്ടാൽ കാലിൻ പുറം കൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കുന്നവരെവിടെ? ഹദീസ് കേട്ടാൽ അതിനെ വാരിപ്പുണരുന്ന മഹാന്മാരെവിടെ? വലിച്ചെറിയടോ നിന്റെ ഹദീസ് കുപ്പത്തൊട്ടിയിലേക്കെന്ന് പറയുന്ന വലിയവന്മാരെന്ന് നടിക്കുന്നവരെവിടെ? ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആര് പറഞ്ഞാലും ഞങ്ങളത് അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ അഖലാണ് ബുദ്ധിയാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് ഹദീസുകളെ പരിഹസിക്കുന്ന ഹദീസ് നിഷേധികളെവിടെ? മുൻഗാമികളായ നേതാക്കളെവിടെ? ഇതെന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശരിക്കും മനസ്സിലാക്കണം. ഇങ്ങനെ ഹദീസുകളോട് ഏതെങ്കിലും പരിഹാസമോ അവഗണനയോ കാണിക്കുന്നവരോട് സഹാബത്തിന് വല്ലാത്ത വെറുപ്പായിരുന്നു. അവരെ കൂട്ടിപ്പിടിച്ചൊരൈക്യം അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് അറിയില്ല. ഹദീസ് നിഷേധിച്ചവനോട് പിന്നെ വർത്തമാനമില്ല, അവനെ കൊണ്ട് നടക്കുന്ന പരിപാടിയില്ല, അവനുമായിട്ടൊരു പ്രവർത്തനമില്ല, അവനുമായി കൊണ്ടൊരു കൂടിച്ചേരലില്ല. കാരണം അവരെക്കാൾ സ്നേഹിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ്. കാരണം എന്തെന്നല്ലേ, അവിടുത്തെ ചര്യകളെ അവഗണിച്ചവരെ അവഗണിക്കണം എന്ന് സഹാബത്ത് പഠിച്ചത് എങ്ങനെയെന്നല്ലേ, അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് അവരാ നയം സ്വീകരിച്ചത്. ഒരൊറ്റ സംഭവം മാത്രം പറയട്ടെ, അത് സമ്മേളന നഗരിയിലും എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ട സംഭവമാണ്. അതെന്താണ്? മഹാനായ സലമത്ത് ഇബ്നു അക്വ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരാളതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് ഇടത്തെ കൈ കൊണ്ട് ഭക്ഷിക്കുന്നു. ഇടത് കൈ കൊണ്ട് ഭക്ഷിച്ച ആ മനുഷ്യനോട് നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറയുന്നു, കുൽ ബിയമീനിക്, വലത് കൈ കൊണ്ട് തിന്നണം, വലത്തെ കൈ കൊണ്ട് ഭക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചപ്പോൾ ആ മനുഷ്യൻ എന്താ പറഞ്ഞത്? ലാ അസ്തതീ, എനിക്ക് സാധ്യമല്ല. എന്തേ അയാളുടെ കയ്യിന് കുഴപ്പമുണ്ടായിട്ട് എനിക്ക് കഴിയാത്തത് കൊണ്ടാണോ നബിയെ എന്ന വിനയത്തിന്റെ വാക്കാണോ? അല്ലല്ലോ, ധിക്കാരത്തിന്റെ സ്വരമാണ്, അഹന്തയുടെ സ്വരമാണ്, ദുരഭിമാനത്തിന്റെ സ്വരമാണ്, അതേ മികച്ചു നിൽക്കണം എന്ന സ്വരമാണ്. അയാൾ തിരിച്ചു പറയുന്നു, എനിക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞപ്പോ ഒരാൾക്കെതിരിലും ഒന്നിന്റെ പേരിലും അതേ വ്യക്തിപരമായ കാര്യങ്ങൾ ആരെന്ത് പറഞ്ഞാലും കേട്ട് പുഞ്ചിരിക്കുന്ന നേതാവിന് താൻ പഠിപ്പിച്ച ആദർശത്തിനെതിരെ, താൻ പഠിപ്പിച്ച ഒരു സത്യത്തിനെതിരെ, ധിക്കാരം പറയുന്നവനെതിരെ പ്രാർത്ഥിക്കാതിരിക്കാനായില്ല. കാരുണ്യത്തിന്റെ നേതാവിന്റെ മനസ്സ് പൊട്ടുന്നു. ആദർശമാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എനിക്കെന്റെ റബ്ബ് പഠിപ്പിച്ചു തന്നത് കൊണ്ടല്ലാതെ ഞാൻ പറയാറില്ലല്ലോ. വമായം തിഖ്വനിൽ ഹവാ, സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും അവിടുന്ന് പറയാറില്ല. ഇൻഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അവിടുത്തേക്ക് അല്ലാഹു വഹി അറിയിച്ചു കൊടുത്തതാണ് പറയുന്നത് മുഴുവനും.
അങ്ങനെ ഞാൻ പറഞ്ഞൊരു കാര്യത്തെ, എൻ്റെ റബ്ബ് പറഞ്ഞൊരു കാര്യത്തിന് ധിക്കാരം പറഞ്ഞവനെ ഇനി എന്തു ചെയ്യും? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ ലസ്തതഅ്തിനി, കഴിയാതിരിക്കട്ടെ. ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ, പടച്ച റബ്ബിന്റെ നിർദ്ദേശപ്രകാരമല്ലേ അതും പറയുന്നത്. അതേ ധിക്കാരിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ മരണം വരെ ആ വലത്തെ കൈ പിന്നെ അയാളുടെ വായയിലേക്ക് അയാൾക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. കയ്യങ്ങ് കുഴഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സദസ്സിൽ വെച്ച് അവിടുത്തെ സുന്നത്തിനെ കളിയാക്കിയ ചോദ്യം ചെയ്തവന്റെ കൈ കുഴഞ്ഞുപോയിക്കൊണ്ട് ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷയവന് കിട്ടുന്നു. ഈ സന്ദേശമല്ലേ പ്രിയപ്പെട്ടവരെ ഈ ഹദീസ് നമുക്ക് നൽകുന്നത്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട പല നേതാക്കൾക്കും ഈ ഹദീസ് കേട്ടപ്പോൾ ഇതെന്തിന് നമ്മളൊക്കെ ഇരിക്കുന്ന വേദിയിൽ പറയേണ്ട കാര്യം എന്ന് തോന്നിപ്പോയി. സങ്കടമുണ്ട് നേതാക്കളെ, പ്രിയപ്പെട്ട നേതാക്കളെ. നമ്മുടെ കൂട്ടത്തിൽ ആരാ ഇടത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കുന്നത്? ആരാ ഇവിടെ ഇടത്തെ കൈകൊണ്ട് തിന്നുന്നത്? നിങ്ങളെന്തിനാ ഇവിടെ ഞങ്ങളൊക്കെ ഇരിക്കുന്ന വേദിയിൽ വെച്ച് ഈ ഹദീസ് പറയുന്നത്? പ്രിയങ്കരനായ നമ്മുടെ നേതാവായ അതേ ബഹുമാന്യനായ ടി.പി. ചോദിച്ചു. വളരെ വ്യക്തമായി അതിന്റെ തൊട്ടു മുമ്പുള്ള പ്രസംഗത്തിൽ ഈ ദുർബല ഹദീസിനെ സംബന്ധിച്ച് പറയുന്നു. അത് ലോകത്തെ എല്ലാവരും പറഞ്ഞതാണ്, എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞതാണ്. രണ്ടാമത്തെ പ്രസംഗത്തിൽ ഹദീസ് നിഷേധികൾ എന്ന് പറയുന്നു. എന്നിട്ട് വലതു കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത്. ആരാ ഇവിടെ ഇടതു കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞത്? പ്രവാചകൻ വലത് കൈ മുന്തിക്കണമെന്ന് പറഞ്ഞ പവിത്രമായ ആശയത്തെ എതിർക്കുന്നവർ ആരാണ് ഇവിടെ ഉള്ളത്? മുജാഹിദുകൾക്ക് അത് ആരാണ് ഇനി പഠിപ്പിക്കേണ്ടത്? ഞാനൊരാളെയും കുറ്റപ്പെടുത്താനല്ല, സങ്കടത്തോടെ പറയുന്നു. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ, ആ ഹദീസുകളെ ആരെങ്കിലും തള്ളിക്കളഞ്ഞാൽ അതിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി ഒരു സംഭവം പറയുമ്പോൾ അത് നമ്മുടെ കൂട്ടത്തിൽ ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരും തിരുത്തണം എന്ന നിലയ്ക്ക്, അതേപോലെ തന്നെ ആരിലെങ്കിലും അത് ഉണ്ടെങ്കിൽ പോകട്ടെ എന്ന നിലക്കും നമ്മൾ പറയാറുണ്ട്. അതല്ലാതെ അതിന്റെ ഗൗരവം സൂചിപ്പിക്കാനും നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇനി നമുക്കൊരു വേദിയിൽ വെച്ച് ഏത് ഹദീസായി ഇനി ഓതാൻ കഴിയുക? കള്ളു കുടിക്കരുതേ എന്ന ഹദീസ് പറയാൻ കഴിയുമോ? ഇനി മുതൽ പലിശ കൊടുക്കല്ലേ വാങ്ങല്ലേ എന്ന് പറയാൻ കഴിയുമോ? വ്യഭിചരിക്കല്ലേ എന്ന് പറയാൻ കഴിയുമോ? നുണ പറയല്ലേ എന്ന് പറയാൻ കഴിയുമോ? എന്തിനാ അതൊക്കെ ഇവിടെ പറയുന്നത്? നമ്മുടെ കൂട്ടത്തിലാരാ കള്ളുകുടിയൻ? നമ്മുടെ കൂട്ടത്തിലാരാ പെണ്ണുപിടിയൻ? നമ്മുടെ കൂട്ടത്തിലാരാ പലിശക്കാരൻ? നമ്മുടെ കൂട്ടത്തിലാരാ നുണ പറയുന്നവൻ എന്ന് ചോദിക്കാൻ തുടങ്ങിയാൽ ഇനി ഇസ്ലാം പറയാൻ കഴിയുമോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരെങ്കിലും വ്യക്തിപരമായി ഉദ്ദേശിച്ചുകൊണ്ടല്ല ഈ ഉള്ളവൻ അന്ന് സമ്മേളന നഗരിയിൽ വെച്ച് ഈ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചവനുണ്ടായ ദുന്യവിയായ ശിക്ഷയെ കുറിച്ച് പറഞ്ഞത്. അതിന്റെ ഗൗരവം സമൂഹം മനസ്സിലാക്കാനാണെന്ന് എല്ലാവർക്കും തിരിഞ്ഞിട്ടുണ്ടാകും, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എൻ്റെ ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിന് വിരുദ്ധമായി കൊണ്ട് പൊതുജനമധ്യത്തിൽ അത് വിമർശിക്കപ്പെട്ടത് കേട്ടപ്പോൾ സങ്കടം തോന്നിയത് കൊണ്ട് പറഞ്ഞു പോകുന്നു. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഇനി സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുകളെ ആരെങ്കിലും എതിർത്താൽ സലഫുകളുടെ നിലപാടെന്തായിരുന്നു അവരോട്? സഹീഹുൽ ബുഖാരിയും മുസ്ലിമും മറിച്ചു നോക്കിക്കോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് പറഞ്ഞിട്ട് ഒരാൾ അതിന് വിരുദ്ധം ചെയ്തപ്പോൾ അവരതാ മനുഷ്യനോട് പറയുന്നു, ഇന്നി ഉഹദ്ദിസുക അൻ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ നിങ്ങൾക്ക് ഹദീസ് പറഞ്ഞു തരുമ്പോൾ തഖൂലു, നിങ്ങൾ പറയുന്നു ഹാദാ, ഇതൊക്കെ എന്ത് പ്രശ്നം എന്ന നിലക്ക് നിങ്ങളത് കാണുന്നു എങ്കിൽ വല്ലാഹി ലാ ഉകല്ലിമുക അബദാ, ഇനി ഒരു കാലത്തും ഞാൻ നിങ്ങളോട് മിണ്ടൂല, ഒരു കാലത്തും ഞാൻ നിങ്ങളോട് മിണ്ടൂല. അതുപോലെ ഹദീസ് ഗ്രന്ഥങ്ങളിലതാ
യുക്തിവാദം കൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചവരെ പിൻഗാമികൾ വളരെ ശക്തമായി നേരിട്ട ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ സംഭവം ഞാൻ ചുരുക്കി പറയട്ടെ. ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഒരാൾ വന്നിട്ട് ഒരു പണ്ഡിതനോട് ചോദിക്കുകയാണ്, ഒരു താബിഴിയോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? എല്ലുകൊണ്ട് നമുക്ക് മലമൂത്ര വിസർജനം ചെയ്തത് ശൗചം ചെയ്യാൻ പറ്റുമോ? ഒരാൾ വന്ന് ചോദിക്കുകയാണ്, എല്ലുകൊണ്ട് നമുക്ക് മലമൂത്ര വിസർജനം ചെയ്തത് കഴുകിക്കളയാൻ ശുദ്ധീകരിക്കാൻ പറ്റുമോ? ഈ വ്യക്തി പറഞ്ഞു ഇല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി കൊടുത്തു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിലുണ്ട്, അത് നിങ്ങളുടെ സഹോദരങ്ങളായ ജിന്നുകളുടെ ഭക്ഷണമാണ്, അത് ഉപയോഗപ്പെടുത്തി നിങ്ങളതാ മൂത്രിച്ചാലും കാഷ്ടിച്ചാലും അതുകൊണ്ട് മനോഹരം ചെയ്യാൻ പാടില്ല എന്നങ്ങ് മറുപടി പറഞ്ഞപ്പോൾ അതിനെ പരിഹസിക്കുന്ന നിലക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു ആ മനുഷ്യൻ. എന്താ ചോദിച്ചത്? മനുഷ്യരാണോ ജിന്നുകളാണോ ഏറ്റവും ശ്രേഷ്ഠന്മാർ? അദ്ദേഹം പറഞ്ഞു മനുഷ്യരാണ്, ജിന്നുകളല്ല, ഏറ്റവും ശ്രേഷ്ഠന്മാർ മനുഷ്യരാണ്. എങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാ വെള്ളം കൊണ്ട് മൂത്രിച്ചാ കഴുകുന്നത്? വെള്ളം കൊണ്ട് മൂത്രിച്ചാൽ കഴുകുകയും മനോഹരം ചെയ്യുകയും ശൗചം ചെയ്യുകയും ചെയ്യുന്നത് അതും മനുഷ്യരുടെ ഭക്ഷണമല്ലേ? മനുഷ്യന്റെ ഭക്ഷണത്തിനൊരു വിലയുമില്ല അല്ലേ? അതുകൊണ്ട് വൃത്തിയാക്കാം. ജിന്നുകളുടെ എല്ലിനാണ് വലിയ വിലയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് യുക്തിവാദം ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആശയത്തോട് എതിര് നിന്ന വ്യക്തിത്വത്തോട് അതേ അവർ വിളിച്ചത് യാ സിന്ദീഖ് തുആരിദു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എടോ അല്ലാഹുവിന്റെ റസൂലിന് എതിര് പറയുകയാണോ എന്ന് ചോദിച്ച് ശക്തമായിട്ട് അദ്ദേഹത്തോട് ഇടപെട്ടു എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ വക ചരിത്രങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടാകണം പ്രിയപ്പെട്ടവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മഹബ്ബത്തുണ്ടോ? അവിടുന്ന് പഠിപ്പിച്ച എല്ലാ ചര്യകളോടും സ്നേഹം വേണം, ബഹുമാനം വേണം. ഒരു സുന്നത്തിനെയും പരിഹസിച്ചുകൂടാ, താടിയെ പരിഹസിച്ചുകൂടാ, ഉടമുണ്ട് കയറ്റി ഉടുക്കുന്നതിനെ പരിഹസിച്ചുകൂടാ, അതേ വിസ്വാക്ക് ചെയ്യുന്നതിനെ പരിഹസിച്ചുകൂടാ. പണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാര് അതേ സലഫികളായ ആളുകൾക്ക് ചില തീവ്രവാദങ്ങൾ ഉണ്ടെന്ന് പറയാൻ വേണ്ടി അവരുടെ പ്രബോധനം ആ വരികയിലൂടെ എഴുതിവിട്ടു. എന്താ എഴുതിയത്? ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങളും അതേ മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനി സ്കർട്ടും ദന്തനിരകളിൽ സദാ തത്തിക്കളിക്കുന്ന റാക്കിൻ കൊള്ളികളും ഈ സലഫി മുത്തശദ്ദിദുകളെ വേർതിരിച്ചു നിർത്തുന്ന ഘടകങ്ങളാണ്. സലഫികളെ തിരിച്ചറിയാൻ ജമാഅത്തുകാരൻ കൊടുത്ത പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ. അവർക്ക് നീണ്ട താടിയുണ്ട്, അവരുടെ വസ്ത്രം അതേ കയറി ഉടുത്തിട്ടുണ്ട്, അവരതാ മിസ്വാക്കിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് 3 സുന്നത്തുകളെ ഒരൊറ്റയടിക്കതാ ആ ലേഖനത്തിലൂടെ നിഷേധിച്ചപ്പോൾ സർവ മുജാഹിദ് പ്രബോധകന്മാരും സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ ഹദീസിനെ പരിഹസിക്കുന്നു എന്ന നിലക്കുള്ള ഹദീസിനെ നിഷേധിക്കുന്ന പ്രവണതക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് നമ്മൾ മുന്നേറി. പക്ഷേ ഇന്നിതാ പലരും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരെന്ന് പറയുന്നവർ, അതേ ഞങ്ങളാണ് ശരിയായ ദിശയിലെന്ന് പറയുന്നവർ, താടി നീട്ടി വളർത്തുന്ന വിദ്യാർത്ഥികളെ, ഉടമുണ്ട് കയറ്റി ഉടുക്കുന്ന വിദ്യാർത്ഥികളെ, അതേ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന വിദ്യാർത്ഥികളെ അവരെ നിരുത്സാഹപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല പരിഹാസത്തിന്റെ വാചകങ്ങൾ പറയുന്നു. അതൊക്കെ ഉലുവാണ്, മതത്തിൽ അതിര് കവിയലാണ്, തീവ്രതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. KJU-വിന്റെയും KNM-ന്റെയും ISM-ന്റെയും MSM-ന്റെയും MGM-ന്റെയും അമരത്തിരിക്ക് നേതൃത്വം നൽകുന്ന സമാദരണീയരായ എന്റെ പൊന്നു നേതാക്കളോട്, അതേ മുജാഹിദ് സമ്മേളനമാണ്, വീട്ടിലിരിക്കാനാവില്ല എന്ന മനസ്സോടുകൂടി അഷ്ടദിക്കുകളിൽ നിന്ന് ഈ സലഫി നഗരിലേക്ക് പരന്നൊഴുകിയ എന്റെ പൊന്നു മുജാഹിദ് പ്രവർത്തകരോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, മുജാഹിദുകൾ കൂട്ടത്തോടെ ശിർക്കിലേക്ക് പോയിരിക്കുന്നു എന്ന കുബൂരികളുടെ
മുജാഹിദുകളുടെ ആരോപണത്തിന് നമുക്കൊന്നായി മറുപടി കൊടുക്കാൻ സാധിക്കണം. ആ വിഷയത്തിൽ നമ്മുടെ ശബ്ദം ഭിന്നിച്ചു പോകരുത്. ഒരു മുജാഹിദും ശിർക്കിലേക്ക് പോയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതിന്റെ മുമ്പിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്ന ചില വിഷയങ്ങൾ ഇന്നുണ്ട്. യാ ഇബാദല്ലാഹ് എന്ന് തുടങ്ങുന്ന ഒരു ദുർബലമായ ഹദീസിന്റെ പ്രശ്നത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുബൂരികൾ അത് തെളിവായി കൊണ്ടുവന്നപ്പോൾ മുസ്ലിം ലോകം മുഴുവനും ഇന്നേ വരെ അതിന് നൽകിയ ഒരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ നാം ഒതുങ്ങി നിൽക്കുക, അതിനും അപ്പുറമുള്ള വ്യാഖ്യാന ചർച്ചകളിൽ നിന്ന് നാം വിട്ടു നിൽക്കുക. ഇനി അതല്ല സഹോദരങ്ങളെ, ആ മറുപടിയിൽ അപകടമുണ്ടെന്നാണോ നമുക്ക് പറയാനുള്ളത്? എങ്കിൽ അത് മുഖവിലക്കെടുത്തുകൊണ്ട് നാം ഇനിയും ചർച്ചകൾ അവസാനിപ്പിക്കരുത്. കൂട്ടമായി ചർച്ച ചെയ്യണം, ഇനിയും പഠനങ്ങൾ നടക്കണം. സാധാരണ ജനങ്ങൾക്കിടയിലേക്കല്ല, പണ്ഡിത ലോകത്ത് ചർച്ച നടക്കട്ടെ. നമ്മെ അംഗീകരിക്കുന്ന വിദേശ രാജ്യങ്ങളിലുള്ള ഒട്ടേറെ പണ്ഡിത സഭകൾ നമ്മുടെ ഇന്നത്തെ ഈ പ്രശ്നങ്ങളിൽ ആശങ്കാകുലരാണ്. അവർ നമ്മോട് ഈ വിഷയം തീർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുമ്പിൽ പോയിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. എന്തിനു വേണ്ടി? ഗൾഫ് സലഫി പണ്ഡിതന്മാര് പറയുന്നത് മുഴുവൻ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി തിരിച്ചു പോരാനല്ല, അവരെ തഖ്ലീദ് ചെയ്യാനുമല്ല, അവരുടെ മുമ്പിൽ അവരുടെ കാൽ കീഴിൽ നമ്മുടെ ആദർശം പണയപ്പെടുത്താനുമല്ല, മറിച്ച് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ തർക്കങ്ങൾ എന്താണെന്ന് മുഴുവനും ആ അറബ് സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അവരിൽ നിന്ന് വരുന്ന ഫത്വകൾ പലപ്പോഴും വിഭിന്നങ്ങളായി മാറുന്നത്. നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെങ്കിൽ കൂട്ടമായി നാം അവരെ അറിയിക്കണം. പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്കിടയിലുള്ള തർക്കത്തിന്റെ മർമ്മം അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തണം. അവർക്ക് പറയാനുള്ളത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അവരും പറയട്ടെ. എന്നിട്ട് ഒരു തീരുമാനത്തിൽ നമുക്ക് എത്തിക്കൂടെ പ്രിയമുള്ളവരെ? എത്താൻ നമുക്ക് സാധിക്കുമെന്നാണ് ഈ ഉള്ളവൻ പ്രതീക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള നമ്മുടെ ചർച്ചകളും തർക്കങ്ങളുമൊക്കെ പൊതുജനങ്ങളിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടെ ബഹുമാനത്തോടുകൂടി ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് ആദർശ ശത്രുക്കൾക്കെതിരെ നാം സ്വീകരിക്കേണ്ടുന്ന അജണ്ടയുമായി നാം മുന്നോട്ട് പോകണേ എന്നാണ് വിനീതമായി പറയാനുള്ളത്. ഒരൊറ്റ കാര്യം കൂടെ പറയുന്നു. എരുതിയിൽ എണ്ണയൊഴിക്കാൻ വേണ്ടി മിത്രങ്ങളുടെ വേഷത്തിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നവരെ നാം കാണാതിരുന്നുകൂടാ. കരുതിയിരിക്കണം നമ്മൾ അവരെ കുറിച്ച്. നമുക്കിടയിലെ ഭിന്നതകളെ അവരെ ആളിക്കത്തിക്കുകയാണ്. നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു മാന്യദേഹം നമുക്കിടയിലെ ഭിന്നത മുതലെടുത്തുകൊണ്ട് ഇബിലീസുകളെന്നും ജാഹിലുകളെന്നും ശൈത്താന്മാരെന്നും എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് അവരെ വിളിക്കാം, ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹനം നൽകിയ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. നമുക്കവരോട് വളരെ വിനയത്തോടെ പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മേഖലകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മതം അത് പഠിച്ചിട്ടുള്ള പ്രമാണങ്ങളെ അറിയുന്ന പണ്ഡിതന്മാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മതം പഠിച്ചവർ പറയട്ടെ, ഡോക്ടർമാർ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കട്ടെ. ആ നിലക്ക് ഓരോരുത്തരും അവരവരുടേതായ മേഖലകളിൽ അവരുടേതായ വ്യക്തിമുദ്രകൾ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകലായിരിക്കും അത്തരം വ്യക്തികൾക്കും എല്ലാവർക്കും നല്ലത് എന്നതാണ് മിതമായ നിലക്ക് ഒരു മുസ്ലിമിന് മുവഹിദിന് മുജാഹിദിന് പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ശബ്ദം ഭിന്നിച്ചുകൂടാ, ശിർക്കിനെതിരെയുള്ള പോരാട്ടം നിന്നുകൂടാ, വിദ്അത്തുകൾക്കെതിരെയുള്ള സ്വരം ഒരിക്കലും തണുത്തുറഞ്ഞു പോയിക്കൂടാ. എന്ത് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാലും, ആരുടെ വാക്കുകളിൽ വന്ന അമിതാവേശത്താൽ ജനങ്ങളെ കണ്ടപ്പോൾ അഹന്ത തോന്നിക്കുന്ന വർത്തമാനങ്ങൾ പ്രസംഗിച്ചവരുണ്ടെങ്കിൽ അവരും തിരുത്തട്ടെ, മുഴുവൻ ആളുകളും തിരുത്തട്ടെ. നമ്മുടെ നേതാക്കളെ കുറിച്ച് വല്ലതും പറഞ്ഞു പോയെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കട്ടെ. അങ്ങനെ പരസ്പരം അറിഞ്ഞും ഇണങ്ങിയും പൊറുത്തും കൊണ്ടും കൊടുത്തും നമ്മളൊന്നാണ്. ഒരു ശത്രുവിനെയും ഇതിനിടയിലേക്ക് കടന്നു വരാൻ സമ്മതിക്കില്ലെന്ന ദൃഢമായ ബോധത്തോടെ നമ്മൾ ശക്തമായി ഏത് രൂപത്തിൽ ശിർക്കിന്റെ കോട്ടകൊത്തളങ്ങൾക്കെതിരിൽ ഇതുവരെ ആഞ്ഞടിച്ചുവോ ആ ആഞ്ഞടി തന്നെ തുടർന്നുകൊണ്ട് സ്നേഹമുണ്ടാക്കണേ, ബഹുമാനമുണ്ടാക്കണേ, ആദരവുണ്ടാക്കണേ എന്ന് മാത്രം വിനയത്തോടെ ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട മുജാഹിദുകളോട് ദീറുന്ന മനസ്സോടുകൂടെയാണ് ഇവിടെ നേതാക്കളും മുജാഹിദുകളും ഇരിക്കുന്നത് എന്നറിയാത്തവനല്ല ഞാൻ. സന്തോഷിക്കുന്നവരൊറ്റ മുജാഹിദുമില്ല. ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നതിൽ മനോവിഷമത്തോടുകൂടി തന്നെയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ അല്ലാഹു മഅന, അല്ലാഹുണ്ട് നമ്മുടെ കൂടെ. ഒരു ശക്തിക്കും നമ്മെ ഭിന്നിപ്പിക്കാൻ സാധ്യമാകാത്ത നിലക്ക് നാം ഒന്നിക്കണം. അതിനേത് വിട്ടുവീഴ്ചയുടെ അറ്റം വരെ പോകേണ്ടി വന്നാലും പടച്ച റബ്ബിന്റെ സഹായം നമുക്കുണ്ടാകും. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിതു അഖ്ദാമക്കും. നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ പാദങ്ങൾ അവൻ ഉറപ്പിച്ചു നിർത്തും എന്ന് പറഞ്ഞിരിക്കുന്നു. ആ മുഖവിലക്കെടുത്ത് ആ വചനത്തെ നെഞ്ചേറ്റിക്കൊണ്ട് മുജാഹിദുകളെ, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദഉ മഅല്ലാഹി അഹദാ,
ആ ആദർശത്തിന്റെ പ്രഖ്യാപനത്തിൽ നമ്മുടെ ശബ്ദങ്ങൾ ഭിന്നിക്കാതെ ഒറ്റക്കെട്ടായിക്കൊണ്ട് തൗഹീദ് അചഞ്ചലമാണ് എന്ന് പറയുന്ന കുബൂരികളെ, നിങ്ങളുടെ കൈകളിൽ തൗഹീദ് ഭദ്രമല്ല, നിങ്ങളുടെ കൈകളിലുള്ളത് ശിർക്കാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദഅത്തുകളും ശിർക്കിന്റെ പ്രവണതകളും നിങ്ങൾക്ക് അചഞ്ചലമായി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ. പക്ഷേ മുജാഹിദുകളെ തൗഹീദ് വളരെ ഭദ്രമാണെന്ന് എല്ലാവരുടെയും മുമ്പിൽ ഉറക്കെ പറയാനുള്ള ആർജവവും ഈമാനികമായ താല്പര്യവും വിട്ടുവീഴ്ചയും നമുക്കിടയിൽ ഉണ്ടായിക്കൊണ്ട് നാം മുന്നേറണം എന്നുണർത്തുകയാണ്. ഒരല്പസമയം കൂടി എടുത്തതിൽ നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞ് ഒരല്പനേരം എടുത്തതിൽ പോലും അതൊരു തെറ്റായി പോയോ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ എൻ്റെ നേതൃത്വത്തോടക്കം വന്ന് ക്ഷമ ചോദിച്ചത്. അങ്ങനെ പ്രസംഗം കഴിഞ്ഞു. ഞാൻ നടന്നു പോകുമ്പോൾ ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവി മുൻനിരയിലിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബാക്കിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അദ്ദേഹം പിന്നിലൂടെ ഇങ്ങനെ കൈവിട്ടെന്നെ മാടി വിളിച്ചു. എനിക്ക് കൈ തന്നു, സലാം പറഞ്ഞു. തൊട്ടടുത്തിരിക്കുന്നു ബഹുമാന്യനായ TP. അദ്ദേഹത്തിനും ഞാൻ കൈ കൊടുത്തു. ഞാൻ എൻ്റെ ഇരിപ്പിടത്തിൽ പോയിരുന്നു. എൻ്റെ മനസ്സിലുള്ള പ്രതീക്ഷ, എൻ്റെ മനസ്സിലുള്ള ഒരാഗ്രഹം, അല്ലാഹുവേ നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മുജാഹിദുകളുടെ മനസ്സിലുള്ള ഒരു മോഹം ഞാനിവിടെ പറഞ്ഞിരിക്കുന്നു. അല്ലാഹ് ഇത് ജനങ്ങൾ സ്വീകരിക്കും, ഇത് നേതാക്കൾ സ്വീകരിക്കും എന്ന ഒരു വലിയ പ്രതീക്ഷയിൽ ഞാൻ കാത്തിരിക്കുമ്പോഴാണ് തുടർന്നുകൊണ്ടുള്ള സംഭവവികാസങ്ങളൊക്കെ നടക്കുന്നത്. പിന്നീട് എന്റെ ശേഷം സംസാരിച്ച ആളുകൾ അവരുടെ പല പ്രഭാഷണങ്ങളും സംസാരങ്ങളിലും പല രൂപത്തിലുള്ള വാക്കുകളും കടന്നു വന്നിട്ടുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഐക്യത്തിന് വേണ്ടിയുള്ള ഒരാഹ്വാനം, നമ്മൾ ഒന്നിക്കണം എന്ന് പറയുന്ന ഒരാഹ്വാനം, അതൊക്കെ പറയാൻ, ആ രൂപത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് അത് തൗഹീദിലുള്ള അഴകുഴമ്പൻ നയമാണ് എന്നാണ് എനിക്കവിടെ നിന്ന് കേൾക്കാൻ സാധിച്ചത്. ഇത് ഞാൻ ഇവിടെ വെച്ച് പറയേണ്ടതല്ലായിരുന്നു, ഞാൻ പറയാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു, ഇന്നിവിടെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് നിൽക്കേണ്ടി വന്നതാണ്, പറയേണ്ടി വന്നതാണ്. ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത് തൗഹീദിന് വേണ്ടിയാണ്. അഴകുഴമ്പൻ തൗഹീദ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അഴകുഴമ്പൻ തൗഹീദുമായി നടക്കുന്നവർക്ക് അതുമായി നടക്കാം. അവർക്ക് അവരുടെ വേദികൾ നോക്കാം, അവർക്ക് അവരുടെ മാർഗം നോക്കാം. ഈ പ്രസ്ഥാനത്തിന്റെ വേദി അതിനുള്ളതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അഴകുഴമ്പൻ തൗഹീദുമായി കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് വേറെ വേദി നോക്കാം. ഇത്തരം വേദികളിൽ വെച്ച് അത്തരം തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയാൻ അനുവദിക്കുകയില്ല. ശിർക്ക് പറയുന്നവരും ശിർക്കല്ലെന്ന് പറയുന്നവരും തമ്മിൽ ഒന്നിച്ചൊരു സ്നേഹവും വേണ്ട എന്ന മറുപടിയാണ് കിട്ടിയത്. ആ തീരുമാനത്തിൽ നിന്ന് പുറത്തു പോയവരെ അവരെയാണ് ശാസിക്കേണ്ടത്. അവരോട് ഈ തീരുമാനത്തിലേക്ക് വരാനാണ് പറയേണ്ടത്. ശിർക്കെന്ന് പറയുന്നവരും ശിർക്കല്ലെന്ന് പറയുന്നവരും ഒന്നിച്ചൊരു ഐക്യവും ഒന്നിച്ചൊരു സ്നേഹവും വേണ്ട, അത് വേണ്ട. ആദർശത്തിന്റെ പേരിലാണ് ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത്. പ്രിയമുള്ളവരെ, ആദരവോടുകൂടെ പറയട്ടെ, ഞാൻ ഒരിക്കലും ഒരു വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടില്ല. ഞാൻ അവിടെ നമ്മുടെ തർക്കത്തിലിരിക്കുന്ന ഹദീസിൽ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാനൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ആ ഹദീസ് അങ്ങേയറ്റം ദുർബലമാണെന്ന് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് വിഷയമാക്കിയവർ നമ്മളല്ല. ആ ഹദീസ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ കൈകളിൽ രേഖയുണ്ട് മുജാഹിദുകളെ എന്ന് പറഞ്ഞുകൊണ്ട് കുബൂരികൾ എല്ലാ കാലഘട്ടത്തിലും കൊണ്ടു നടക്കുന്ന ഒരു ദുർബലമായ ഹദീസാണ്. ആ ഹദീസിന് മുസ്ലിം ലോകത്ത് ഇന്നേ വരെയുള്ള പണ്ഡിതന്മാർ നാം ഒന്നിച്ചു നൽകിയ ഒരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ തന്നെ നമ്മൾ ഒതുങ്ങി നിൽക്കണം. അതല്ല, ആ മറുപടി മുഖേന അപകടങ്ങൾ വരാനുണ്ടെങ്കിൽ ആ വാദത്തെയും മുഖവിലക്കെടുക്കണം. മുഖവിലക്കെടുത്തിട്ട് നാം എന്ത് ചെയ്യണം? ചർച്ചകൾ തുടരണം. വിദേശ രാജ്യങ്ങളിൽ നമ്മെ ഉറ്റുനോക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന നാം സ്നേഹിക്കുന്ന, നമ്മെ ആദരിക്കുന്ന നാം ആദരിക്കുന്ന അറബ് ലോകത്തുള്ള പണ്ഡിത സഭകൾ നമ്മുടെ കാര്യത്തിൽ ആശങ്കാകുലരാണ്. അവര് പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വിഷയങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിച്ചുകൂടെ? നിങ്ങൾക്കിത് പൊതുജന മധ്യത്തിൽ എന്ന ഈ ചർച്ചകൾ മാറ്റിവെച്ചുകൊണ്ട് ഒരു പണ്ഡിത സഭയുടെ മുമ്പിൽ വന്ന് ചർച്ച ചെയ്തുകൂടെ എന്നവർ ചോദിക്കാറുണ്ട്. അപ്പോഴും ഞാൻ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടു, നമ്മുടെ ആദർശം ഗൾഫ് സലഫി പണ്ഡിതന്മാരുടെ മുമ്പിൽ പോയി
അടിയറ വെക്കണം എന്ന് തെറ്റിദ്ധരിക്കരുതേ. അവര് പറയുന്നത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങണം എന്ന് പറയരുതേ. അതാണ് ഞാൻ പറഞ്ഞതെന്ന് കരുതരുതേ എന്ന നിലക്ക് ഈ ഉള്ളവൻ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. മറിച്ച് എന്താണ്, നമ്മൾ രണ്ടു കൂട്ടരും പോകണം. ഒരു കൂട്ടർ പോയാൽ ഒരു കൂട്ടരുടെ വാദം കേൾക്കുമ്പോ ചിലപ്പോ ഈ നാട്ടിന്റെ സ്ഥിതിഗതികൾ അറിയാതെ ഫത്വകൾ വിഭിന്നമായി പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ തർക്കത്തിന്റെ മർമ്മം എന്താണെന്ന് അവരുടെ മുമ്പിൽ വെച്ച് രണ്ടു കൂട്ടരും പറയുമ്പോൾ, അതും പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുമ്പോൾ, ആ പണ്ഡിതന്മാർ വലിയ വലിയ ആലിമീങ്ങൾ അവരും പഠിച്ചത് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവരും നമ്മെ കേൾപ്പിക്കുമല്ലോ. അപ്പോൾ നമുക്കൊരു തീരുമാനത്തിൽ എത്താൻ കഴിയില്ലേ? എത്താൻ കഴിയുമെന്നതാണ് എൻ്റെ പ്രതീക്ഷ എന്നെൻ്റെ പൊന്നു നേതാക്കളോട് ഞാൻ പറഞ്ഞു, മുജാഹിദുകളോട് ഞാൻ പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞത് അത് തൗഹീദിൽ അഴകുഴമ്പൻ നയം സ്വീകരിക്കലായി എന്ന് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഒരിക്കലും അതൊരു പക്ഷം ചേർന്ന് പറഞ്ഞതല്ല. എല്ലാ വിഭാഗത്തോടും ഞാൻ പറഞ്ഞു. ആരെങ്കിലും നേതാക്കളോട് അപമര്യാദയായി സംസാരിച്ചെങ്കിൽ നേതൃത്വത്തോട് പോയി മാപ്പ് പറയട്ടെ എന്ന് പോലും ഞാൻ പ്രയോഗിച്ചു. ഒരു കക്ഷിയുടെയും ആളല്ലാതെ അതേ ഈ സമൂഹം ഒരിക്കലും തമ്മിലടിച്ചുകൂടാ, നാം ഭിന്നിച്ചുകൂടാ എന്ന സർവ്വ മുജാഹിദുകളുടെയും നീറുന്ന മനസ്സിന്റെ ഒരാഗ്രഹം അത് പറഞ്ഞു എന്നതല്ലാതെ ഞാൻ സദസ്സിൽ പ്രകോപനമുണ്ടാക്കിയിട്ടില്ല. പക്ഷേ ആ സംസാരത്തിന്റെ ശേഷം പിന്നെ ഞാൻ അറിഞ്ഞത് നിങ്ങൾ വെൽ പ്ലാൻഡ് ആണ്. നിങ്ങൾ വളരെ ആസൂത്രിതമായി ഇവിടെ വന്നയാളാണ്. നിങ്ങൾക്കിവിടെ വിളിക്കാൻ എന്താണ് അധികാരം? നിങ്ങൾക്കിവിടെ വരാൻ എന്താണ് അധികാരം? നിങ്ങൾ വിളിച്ചിട്ട് വന്നവരല്ലല്ലോ എന്ന് UAE-യിലുള്ള എൻ്റെ ഒരു സ്നേഹിതൻ വരെ എന്നോട് പറയുകയുണ്ടായി. ആ രൂപത്തിൽ പല രൂപത്തിലുള്ള സംസാരങ്ങളും പിന്നെ സ്റ്റേജിൽ വെച്ചും ശേഷം പിന്നീടുള്ള സ്ഥലത്ത് വെച്ചും നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ഈ വേദിയിൽ ചുറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നീടുണ്ടായ ഏതാനും മണിക്കൂറുകൾ എന്നെ ശാരീരികമായി പീഡിപ്പിച്ചു എന്ന ഒരു പ്രചരണം, ഒരു ഊഹം എങ്ങനെയോ നടക്കുന്നു. വസ്തുതയില്ല പ്രിയമുള്ളവരെ. ശാരീരികമായി ആരും എന്നെ പീഡിപ്പിച്ചിട്ടില്ല, ശാരീരികമായി ആരും എന്നെ തൊട്ടിട്ടില്ല. ആ നിലക്കുള്ള ഒരു വികാര പ്രകടനങ്ങളും എൻ്റെ നേരെ ശാരീരികമായി ഉണ്ടായിട്ടില്ല. മാത്രമല്ല, അതിരുകവിഞ്ഞ സംസാരങ്ങൾ പലരിൽ നിന്നും ഉണ്ടാകുമ്പോൾ പോലും പലരും ഇടപെട്ട് അതിനെ തടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. വികാരപ്രകടനങ്ങളില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഉണ്ടായിട്ടുണ്ടാകും, സ്വാഭാവികമാണ്, അതിൽ സംശയമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രചരണങ്ങൾ ആരെങ്കിലും കേട്ടെങ്കിൽ അത് വസ്തുതക്ക് നിരക്കുന്നതല്ല എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പക്ഷേ ഒരു കാര്യം എനിക്കെൻ്റെ ബഹുമാന്യനായ TP അബ്ദുള്ള കോയ മദനിയോട് എല്ലാ ആദരവുകളും നിലനിർത്തിക്കൊണ്ട് എനിക്ക് സൂചിപ്പിക്കുവാനുണ്ട്. എൻ്റെ നേതാവിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞു അന്നത്തെ രാത്രിയിൽ പിറ്റേന്ന് TP-യുടെ പ്രസംഗത്തിൽ, ബഹുമാന്യനായ TP-യുടെ പ്രസംഗത്തിൽ അദ്ദേഹം വികാരത്തോടുകൂടെ പറഞ്ഞു, എന്ത്, ഇന്നലെ പ്രസംഗം കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് 1 മണിക്കൂർ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. നേരം പുലരുവോളം എൻ്റെ ഫോണിലേക്ക് മെസ്സേജുകളും വിളികളും നടത്തി. അതേ, നിങ്ങൾ അദ്ദേഹം അവർക്കൊക്കെ പേരിട്ടത് ജിന്നുകൾ എന്നായിരുന്നു. ഇന്നലെ പാതിരാത്രി പോലും 1 മണിക്കൂർ കിടന്നുറങ്ങാൻ അനുവദിക്കാത്ത അനുയായികളെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ജിന്നുകൾ. അറിയുമോ നിങ്ങൾ? ഇന്നലെ അവനവന്റെ മൊബൈൽ തലക്കടുത്ത് വെച്ച് ഒരല്പനേരം വിശ്രമിക്കാൻ പോയതാണ്. ഈ സമ്മേളന നഗരിയിൽ നിന്ന് നല്ല വാർത്തകൾ കേൾക്കണം, എന്തെങ്കിലും നിലക്കുള്ള വിഷമിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കരുത് എന്ന് വിചാരിച്ച് അത് തലക്കടുത്ത് വെച്ചുകൊണ്ടാണ് കിടന്നുറങ്ങാൻ പോയത്. പക്ഷെ ഉറങ്ങാൻ സമ്മതിച്ചോ? സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, ഏതൊരു അനുയായികളെയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ജിന്നുകൾ എന്നെ ഉറങ്ങാൻ വിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. TP, നിങ്ങൾ പറഞ്ഞത് ജിന്നുകൾ എന്നെ ഉറങ്ങാൻ വിട്ടില്ല എന്നാണ്. മനുഷ്യരായി പടച്ചിട്ടുള്ള ഒരു സമൂഹത്തെ ജിന്നുകൾ എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിന്റെ ഹുക്കം എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. അതേപോലെ തന്നെ തീർന്നില്ല. പിന്നീട് നിങ്ങൾ പറഞ്ഞു, എന്നെ ബുദ്ധിമുട്ടിച്ചു, ഈ ഉണർന്നിരിക്കുന്ന സുബഹി വരെ എന്നെ ബുദ്ധിമുട്ട് തുടർന്നു,
ഉണർന്നുകൊണ്ടിരിക്കുന്ന ഈ മുനാഫിക്ക് എന്ന് പറഞ്ഞു. നിങ്ങൾ മുനാഫിക്കുകളൊന്നും ജിന്നുകളൊന്നും വിളിച്ച അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ എൻ്റെ സങ്കടം കൂടി കേൾക്കേണ്ടതായിരുന്നു. എനിക്കും ഒരു സങ്കടം അങ്ങയോട് പറയാനുണ്ട്. ആ പരിപാടി നടത്തിയതിൻ്റെ പേരിൽ ആ പ്രസംഗം 6 മിനിറ്റ് നേരത്തെ എൻ്റെ ആ ഒരു വിനീതമായ അഭ്യർത്ഥന, പൊന്നു നേതാക്കളെ, പൊന്നു മുജാഹിദുകളെ എന്ന് വിളിച്ച് ഞാൻ നടത്തിയതിൻ്റെ പേരിൽ അന്ന് നേരം പുലരുവോളം മാത്രമല്ല ഇന്നേ വരെ എൻ്റെ ഫോണിലേക്ക് വരുന്ന മെസ്സേജുകൾക്ക് കയ്യും കണക്കുമില്ല. എന്നെ വിളിച്ചാക്ഷേപിക്കുന്നവർക്ക് കയ്യും കണക്കുമില്ല. എന്നെ ഉറങ്ങാൻ സമ്മതിക്കാത്തവർക്ക് കയ്യും കണക്കുമില്ല. ഞാൻ അവരെ എന്ത് വിളിക്കണം എൻ്റെ ബഹുമാന്യനായ TP? നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്തവരെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചവരെ നിങ്ങൾ ജിന്നുകളെന്നും മുനാഫിക്കുകളെന്നും വിളിച്ചുവെങ്കിൽ ഞാൻ അവരെ എന്താണ് വിളിക്കേണ്ടത് TP? മാന്യമായ മെസ്സേജുകൾ കൊണ്ട് അവരുടെ വികാരം പ്രകടിപ്പിച്ചവരുണ്ട്, അവരോട് എനിക്ക് വിഷമം തോന്നുന്നില്ല. പക്ഷേ വളരെ മോശമായ നിലക്കുള്ള വികാരപ്രകടനങ്ങൾ മെസ്സേജിലൂടെ ഫോണിലൂടെ നടത്തിയവർ, ഞാൻ അവരെ എന്താ വിളിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട TP? നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരണം. അതേ, വേദന കൊണ്ട് പറയുകയാണ്. ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങളൊക്കെ പിറ്റേ ദിവസത്തെ പ്രസംഗം മുഴുവനും എൻ്റെ നേരെ തിരിച്ചുവിട്ടത്? എന്തിനാണ്? ഞാൻ അവിടെ പ്രതീക്ഷിച്ചത് എന്താണ്? എൻ്റെ പൊന്നു നേതാക്കൾ അവിടെ വെച്ചതിന് സ്വാഗതം ചെയ്യുമെന്നാണ്. ഹുസൈൻ സലഫി സൂചിപ്പിച്ച കാര്യം ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിഗണനയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനിയും നടത്താവുന്നതുമാണ്. നമ്മളൊന്നാണെന്ന പ്രഖ്യാപനം അവിടെ നിന്നുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് ആത്മാർത്ഥമായി വല്ലാഹി ആ ഒരൊറ്റ ഉദ്ദേശത്തോടെ പറഞ്ഞ 6 മിനിറ്റ് നേരത്തെ സംസാരം വളരെയേറെ ദുരുപയോഗപ്പെടുത്തപ്പെട്ടു. സങ്കടമുണ്ട്. അള്ളാഹുവിനോടല്ലാതെ എനിക്കിത് പറയാനില്ല. എൻ്റെ റബ്ബിനോട് ഞാൻ എൻ്റെ സങ്കടം പിറ്റേന്നും ആ പ്രസംഗം മുഴുവൻ ശ്രദ്ധിച്ച് ഞാൻ എൻ്റെ നാഥനോട് പറഞ്ഞിട്ടുണ്ട്. പരലോക കോടതിയിൽ വിധികർത്താക്കൾ നിങ്ങൾ ആരുമല്ലല്ലോ എന്ന ഒരൊറ്റ സമാധാനമേ എനിക്കുള്ളൂ. എൻ്റെ തഖ്വ ചോദ്യം ചെയ്യപ്പെട്ടു. ഞാൻ തസ്കിയത്തില്ലാത്തവനാണെന്ന് നിങ്ങൾ മുദ്രകുത്തി. മാന്യമായി സംസാരിക്കാൻ അറിയാത്തവനാണെന്ന് നിങ്ങൾ മുദ്രകുത്തി. ഇവിടെ ജനങ്ങളുടെ മുന്നിൽ എല്ലാ പ്രാസംഗികന്മാരും എല്ലാവരും ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളും മാന്യമായി സംസാരിച്ചപ്പോൾ ഈ ഒരു ശബ്ദത്തിന് വിഷമം തോന്നിയ എനിക്കല്ല, ഇവിടെ കൊച്ചു കുട്ടികൾ കിടക്കും, വനിതകൾക്ക്, നമ്മുടെ സ്ത്രീകൾ, അവർ കാത്തു സൂക്ഷിക്കുന്ന അവിടെ തൗഹീദ് മതപ്രബോധകരോടുള്ള അവർ കാത്തു സൂക്ഷിക്കുന്ന ബഹുമാനം, ആദരവ് എല്ലാം അവർ വെച്ചുകൊണ്ട് വേണ്ടിയിരുന്നോ ഇത്? എന്തിനായിരുന്നു അത് നിർവഹിച്ചത്? ജനങ്ങളെ കാണുമ്പോൾ മര്യാദ സംസാരിക്കണമെങ്കിൽ ആ ജനങ്ങളുമായി ഇടപഴകുന്ന വ്യക്തിക്ക് അത് സാധിക്കുകയുള്ളൂ. സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്ക് നടന്നു നീങ്ങുന്നവർക്ക് ജനവികാരം അറിയാൻ സാധിക്കില്ലെന്ന് നിങ്ങൾ മുദ്രകുത്തി. സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്ക് പോകുന്ന ഒരാൾക്കും സമൂഹത്തിന്റെ സ്വഭാവ വിശേഷങ്ങളും അവരോട് പുലർത്തേണ്ട മാന്യതയും അറിയുകയില്ല. കാപട്യമാണെന്ന് നിങ്ങളുടെ പ്രാസംഗികന്മാര് മുദ്രകുത്തി. സദസ്സിനോട് ഐക്യം പറയുകയും വേദിയിൽ ഐക്യം പറയുകയും സദസ്സിൽ സംഘട്ടനത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന കാപട്യം എന്ന് പറഞ്ഞുകൊണ്ട് പലരും എന്നെ അപഹസിച്ചു. അതുപോലെ തന്നെ കൊരച്ച് ചാടരുതെന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ജീവിയുടെ സ്വഭാവം എന്നിൽ ചാർത്തിക്കൊണ്ട് ആ രൂപത്തിൽ എന്നെ തെറി പറഞ്ഞു. എന്തിനായിരുന്നു പ്രിയപ്പെട്ടവരെ ഇതൊക്കെ? ഞാൻ എന്തു പറഞ്ഞാലാ പിന്നെ നിങ്ങൾ എന്നെ സ്വീകരിക്കുക? ഞാൻ എന്തു പറയണമെന്നായിരുന്നു പിന്നെ നിങ്ങളുടെയൊക്കെ മോഹം? മുജാഹിദുകളെ, ഇവിടെ കൂടിയ മുജാഹിദുകളെ, തമ്മിൽ തല്ലൂ എന്നായിരുന്നു ഞാൻ അഴിഞ്ഞിലത്തെ സലഫി നഗറിൽ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് എൻ്റെ ഉമ്മപെങ്ങന്മാരോട്, സഹോദരന്മാരോട് പറയേണ്ടിയിരുന്നത്. മുജാഹിദുകളെ, നമ്മൾ വേറെ തന്നെയാണ്. ഭിന്നിക്കൂ മുജാഹിദുകളെ, തമ്മിൽ തല്ലൂ, ഉപ്പയും മകനും വേർപിരിയട്ടെ, ഭാര്യാഭർത്താക്കൾ വേർപിരിയട്ടെ, അയൽക്കാര് ബന്ധം മുറിക്കട്ടെ, മഹല്ല് ഭാരവാഹികൾ തമ്മിലടിക്കട്ടെ, മിമ്പറുകളിൽ നിലവിലുള്ള ഖതീബുമാരെ താഴെ ഇറക്കട്ടെ, പുതിയവരെ ഗ്രൂപ്പ് നോക്കി കയറ്റട്ടെ, പള്ളികളിൽ കലാപമുണ്ടാകട്ടെ, മഹല്ലുകളിൽ ഫിത്നയുണ്ടാവട്ടെ, ഒന്നിച്ചു മുന്നേറൂ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നതെങ്കിൽ പ്രിയമുള്ള നേതാക്കളെ, നിങ്ങൾ എന്നെ സ്വീകരിക്കുമായിരുന്നു. ഞാൻ എന്താ നിങ്ങളുടെ മുമ്പിൽ
ഇനി തിരുത്തേണ്ടത്. ഞാൻ ഈ പറഞ്ഞ 6 മിനിറ്റിൽ മനുഷ്യരെ നിഷ്പക്ഷ ബുദ്ധികളായ ഏതു മതവിഭാഗങ്ങളിൽപ്പെട്ടവരുമായവരെ കേൾപ്പിച്ച ശബ്ദത്തിൽ ഞാൻ ആരുടെ പക്ഷം ചേർന്നാണ് സംസാരിച്ചത്? ഞാൻ ആരെയാണ് അപഹസിച്ചത്? ഞാൻ അഹങ്കാരിയാണെന്ന നിലക്ക് ബഹുമാന്യനായ TP നിങ്ങൾ സംസാരിച്ചു, ധിക്കാരമാണെന്ന് പറഞ്ഞു. ഈ സമാധാന സദസ്സിനെയാണോ അതിനെ എന്തെങ്കിലും നിലക്ക് ദുരുപയോഗപ്പെടുത്താൻ ദുരുദ്ദേശത്തോടു കൂടെ സംസാരിക്കുന്നത്? മുന്നിൽ ആളുകൾ ഉണ്ടാകുമ്പോൾ വിനയമല്ലാതെ അഹങ്കാരം വരുന്ന ഒരു സ്വഭാവം യഥാർത്ഥ മുവഹിദിന്റെ പ്രബോധകന്റെ അടയാളമല്ല. എന്താണ് അഹങ്കാരം എന്ന് നിങ്ങളടക്കമുള്ളവർ സമൂഹത്തെ പഠിപ്പിക്കുന്നതല്ലേ? സത്യത്തെ നിരാകരിക്കൽ, ജനങ്ങളെ പുച്ഛിക്കൽ എന്നല്ലേ അഹങ്കാരമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഞാൻ എന്ത് സത്യത്തെയാണ് ആ സ്റ്റേജിൽ വെച്ച് നിരാകരിച്ചത്? ഞാൻ ഏത് സത്യത്തെയാണ് എതിർത്തത്? ഞാൻ ആരെയാണ് അവിടെ പുച്ഛിച്ചത്? എൻ്റെ പൊന്നു നേതാക്കളെ എന്നല്ലേ ഞാൻ അഭിസംബോധന ചെയ്തത്? എൻ്റെ പൊന്നു മുജാഹിദുകളെ എന്നല്ലേ ഞാൻ അഭിസംബോധന ചെയ്തത്? ഒരു വാക്ക്, ഒരു വരി ഞാൻ ആരെയെങ്കിലും നോവിക്കുന്ന നിലക്ക് പറഞ്ഞുവോ? ഇല്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഒന്നിക്കണേ മുജാഹിദുകളെ, നമ്മൾ ഒറ്റക്കെട്ടാണ്. നമ്മൾ ഇനിയും തമ്മിൽ തല്ലിക്കൂടാ. ഭാര്യാഭർത്താക്കൾ തമ്മിൽ പ്രശ്നങ്ങളാണ്, ഉപ്പയും മക്കളും തമ്മിൽ പ്രശ്നങ്ങളാണ്, അയൽക്കാരി തമ്മിൽ പ്രശ്നങ്ങളാണ്, പള്ളി മഹല്ല് ഭാരവാഹികൾ തമ്മിൽ പ്രശ്നങ്ങളാണ്. നമുക്കത് നിർത്തണം. നമ്മളൊന്നാണ് കേട്ടോ. നാം ശിർക്കിലേക്ക് പോയിരിക്കുന്നു എന്ന പ്രചരണം ശത്രുവിൻ്റെതാണ്. അതിന് കൂട്ടമായി ഒറ്റക്കെട്ടായി നാം ആഞ്ഞടിക്കണം. ബഹുമാനമുണ്ടാക്കണേ, ആദരവുണ്ടാക്കണേ എന്നല്ലാതെ ഒരു വാക്ക് ഞാൻ പറഞ്ഞുവോ എൻ്റെ പ്രിയപ്പെട്ടവരെ? ഞാൻ ആരെയെങ്കിലും നോവിച്ചുവോ? പക്ഷേ ഒരു കാര്യം എനിക്ക് നോവിക്കേണ്ടി വന്നു. അതും ഞാൻ നല്ല ഭാഷയിലേ പറഞ്ഞിട്ടുള്ളൂ. എന്ത്? നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെ ആളിക്കത്തിക്കാൻ വേണ്ടി മിത്രങ്ങളുടെ വേഷത്തിൽ കയറി വന്ന ഒരു മാന്യദേഹം, നമ്മെ ഈ ബിലീസുകളെന്നും ജിന്നുകളെന്നും പിശാചുക്കളെന്നും എന്തു വേണമെങ്കിൽ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് ഞാൻ ആ പ്രസംഗം കേട്ടത് ഷാർജയിൽ എൻ്റെ ലാപ്ടോപ്പിൽ ഇന്റർനെറ്റിലൂടെയാണ് ഞാൻ ആ സംസാരം കേട്ടത്. ആ സംസാരം കഴിഞ്ഞ് 3-ാമത്തെ നാളിലാണ് ഞാൻ കോഴിക്കോട് എയർപോർട്ടിൽ വന്നിറങ്ങുന്നത്. ആ സമയത്ത് അതുവരെയും ആരും അതിനൊന്നും പ്രതികരിക്കാതെ വന്നപ്പോൾ അല്ലാഹുവേ നിന്റെ ഹദീസുകൾ പഠിപ്പിച്ചതിന്റെ പേരിൽ, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ച ആദർശങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞതിന്റെ പേരിൽ അതാ പുറത്തു നിന്ന് വന്ന ഒരു വ്യക്തി ഞങ്ങളെ മുഴുവൻ ആളുകളെയും ഇരുത്തിക്കൊണ്ട് ഇബ്ലീസുകളെന്നും പിശാചുക്കളെന്നും പറഞ്ഞപ്പോൾ അതാരും മറുപടി പറഞ്ഞില്ലല്ലോ എന്നോർത്തപ്പോഴുണ്ടായ ഒരു ഇസ്ലാമികമായ വികാരം എന്നതിൽ കവിഞ്ഞ് ഞാൻ ആരെയും അതിൽ ആക്ഷേപിച്ചിട്ടില്ല. തറവാട്ടിൽ പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ആദ്യകാലത്തെ 10 വനിതാ പ്രസിഡന്റുമാരിൽ 9 പേരും മുജാഹിദായിരുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കും. അപ്പൊ ആ പ്രസ്ഥാനവും ഞങ്ങളുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് വ്യക്തമാണ്. അപ്പുറത്തെ ഭാഗത്ത് ഒരു കൂട്ടം, 2 വർഷമാണ് ഞാൻ പറഞ്ഞത്, ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവർ പിടിച്ച് ജാഹിലിയ കാലഘട്ടത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അവർക്ക് പറ്റിയ പേര് ജാഹിൽ തന്നെ. അവരെ നിങ്ങൾക്ക് ജിന്നെന്നോ ഇബ്ലീസോ എത്ര പേര് പല പേര് നിങ്ങൾക്ക് വിളിക്കാം, എന്തല്ലേ, അത് വേറെ വിഷയം. പക്ഷെ അത് ജാഹിലുകളാണ്. ആ ജാഹിലുകളെയും നിങ്ങൾ തിരിച്ചറിയണം. കാരണം ആ ജാഹിലിനെ കൊണ്ട് മൊത്തം ഈ സംഘടനകൾക്ക്, നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കി. അതുകൊണ്ടാണ് ഞങ്ങളുടെ സംഘടന ഔദ്യോഗികമായിട്ട് പ്രമേയം പാസാക്കിയത്. അതായത് ഇത്തരത്തിലുള്ള പ്രവണതകളെ ചേർത്ത് നിൽക്കുന്നതിനായിട്ട് ഞങ്ങളുടെയും എല്ലാ തരത്തിലുള്ള സഹകരണം ഈ വിഷയത്തിൽ ഉണ്ടാവും എന്ന് പറയും. ഇതൊക്കെ ഞാൻ പറയാനുള്ള കാര്യം, ഞാൻ നിങ്ങളുടെ സീഡികളൊക്കെ ഇഷ്ടംപോലെ കാണുന്നു. ആ വ്യക്തിയോട് എനിക്ക് വ്യക്തിവിദ്വേഷമില്ല. പക്ഷേ ആദർശ രംഗത്ത് ഒരു കടന്നേറ്റമുണ്ടായപ്പോൾ അതിനെ ചെറുക്കൽ, ആ വേദിയിൽ വെച്ച് തന്നെ ഉണ്ടാവൽ ഒരു മാന്യതയാണല്ലോ, ഒരു ഇസ്ലാമികമായ ബാധ്യതയാണല്ലോ എന്നതിൻ്റെ പേരിലാണ് പ്രിയമുള്ളവരെ സംസാരിച്ചത്. പക്ഷേ അതുപോലും ഭയങ്കരമായ ദുഷ്പ്രചരണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, പലരും എന്നെ കൊത്തിവലിച്ചു. അന്നത്തെ മുഴുവൻ പ്രസംഗങ്ങളിലും ഈ ഉള്ളവൻ നിറഞ്ഞു നിന്നു. എന്നെ അപമാനിച്ച് മതിയായില്ല. പലർക്കും കൊതി തീർന്നില്ല. പലർക്കും വലിയ മുൻവൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നു. കിട്ടിയ അവസരം പലരും മുതലെടുത്തിട്ടുണ്ട്. പണ്ടേ മോങ്ങാനിരുന്നതാണ്, ഇപ്പോൾ തലയിൽ തേങ്ങയും വീണു എന്ന്
ഉദാഹരണങ്ങൾ ചില ജീവികളെ കുറിച്ച് പറയാറുണ്ട്. അതുപോലെ ചിലർ പണ്ടെന്നോ കൊണ്ടു നടക്കുന്ന ചില മോഹങ്ങൾ എനിക്കെതിരെ ശബ്ദങ്ങളായിക്കൊണ്ട് സ്റ്റേജുകളിൽ വെച്ച് വളരെ കൃത്യമായി ജനങ്ങളുടെ മുമ്പാകെ ധരിപ്പിക്കാൻ നോക്കി. കരഞ്ഞു, വളരെ തേങ്ങി കരഞ്ഞു. വലിയ ദുഃഖത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അപക്വമായ സമീപനങ്ങൾക്ക് ഞാനാണ് ഈ വേദിയിൽ കാരണക്കാരനെന്ന് അതേ വ്യംഗ്യമായി തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന നിലക്ക് സൂചിപ്പിക്കുകയുണ്ടായി. എന്റെ ഈ സംസാരം നിങ്ങളുടെ മനസ്സുകളെ ഒന്നിപ്പിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ചില സംസാരങ്ങൾ നടന്നപ്പോൾ ഉണ്ടായതുപോലെയുള്ള അപക്വമായ സമീപനം സഹോദരങ്ങളെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് എന്ന ഏറ്റവും കടുപ്പമുള്ള വിനീതമായ ദയനീയമായ ഒരഭ്യർത്ഥനയോടെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. എന്തൊക്കെ ഞാൻ കേൾക്കേണ്ടി വന്നു, ഞാൻ എന്തൊക്കെ അപരാധങ്ങൾ കേൾക്കേണ്ടി വന്നു. എത്രത്തോളം മാസങ്ങളോളമായിക്കൊണ്ട് പ്ലാൻ ചെയ്ത ഒരു ഗൂഢപദ്ധതിയായിരുന്നു അത് എന്നവരെ എനിക്ക് നേരെ പറയാൻ പലർക്കും മടിയുണ്ടായില്ല. ഒരു ഗൂഢമായ ആലോചനയുടെ ഫലമായിട്ടായിരുന്നു അത്. ഉള്ളിൽ നിശ്ചയിച്ച ഒരു പദ്ധതിയായിരുന്നു അത്. അതിന് പിന്നിൽ ആളുകളുണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ സഹായമുള്ള ഈ തൗഹീദിന്റെ സംഗമത്തിന് ആരാണോ അപശബ്ദമുണ്ടാക്കിയത് അവരെ അല്പത്വത്തിലേക്ക് മടക്കാനല്ലാതെ മറ്റൊന്നിനും സാധിച്ചില്ല. മാത്രമല്ല, പ്ലാൻ ഉറപ്പിച്ച് തീരുമാനിച്ച് എനിക്ക് വേണ്ടി ഒരുപാട് ആളുകളെ ഞാൻ പന്തലിൽ കൊണ്ടുവന്ന് നിറച്ചിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ അവരുമായി ഗൂഢാലോചന നടത്തിയിരുന്നു പോലും. എൻ്റെ പ്രസംഗം കേട്ടാൽ നിങ്ങൾ ജയ് വിളിക്കണം, നിങ്ങൾ ഹായ് പറയണം, നിങ്ങൾ തക്ബീർ ചൊല്ലണം, എൻ്റെ പ്രസംഗം അവസാനിച്ചാൽ നിങ്ങളൊന്നാകെ എഴുന്നേറ്റ് പോകണമെന്ന മുൻ ധാരണയും ആ അടിസ്ഥാനത്തിലുള്ള പദ്ധതികളുമായി കൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഒരു വേള ഒരാൾ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ എന്ത് സംസാരിക്കും എന്നതുവരെ ഞങ്ങൾക്ക് 2-3 ദിവസം മുമ്പ് റിപ്പോർട്ടുണ്ട് എന്നാണ്. അത്രത്തോളം ഗൈബറിയുന്ന നേതാക്കന്മാർ പോലും UAE-യിലൊക്കെ ഉണ്ട് എന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരനുഭവമായിരുന്നു അതൊക്കെ. ആ നിലക്കൊക്കെ അത്രത്തോളം ആ നിലക്ക് സമൂഹത്തിന്റെ മുമ്പിൽ അപഹസിച്ചു. സ്റ്റേജുകളിൽ വെച്ച് ഇനി പറയാനൊന്നും ബാക്കിയില്ല, അത്രത്തോളം പറഞ്ഞു. അതിന് മാത്രം എന്താ അപരാധമാണ് പ്രിയപ്പെട്ട നേതാക്കളെ ഞാൻ നിങ്ങളോട് ചെയ്തത്? ഞാൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ എന്താ അപരാധമാണ് ഞാൻ ചെയ്തത്? എത്രത്തോളം പലരും എനിക്ക് എന്റെ തഖ്വ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞില്ലേ? ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ സദസ്സിന്റെ നേരെ നടത്തിയിട്ട് കാര്യമില്ല, തഖ്വ വേണം എന്ന് പറഞ്ഞു. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നാവ് നീളമുണ്ടായാൽ ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ ചെയ്താൽ പോരാ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിർത്തിവെക്കണം ഇതൊക്കെ. നാവിന് നീളമുണ്ടായിട്ട് കാര്യമില്ല എന്ന് നാവ് നീട്ടമുള്ളവനെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. ഒരുപാട് പറഞ്ഞു. പറയാൻ പറ്റാവുന്നതും അല്ലാത്തതുമായതിലേക്കൊക്കെ സൂചനകൾ പോയി. പ്രിയമുള്ളവരെ എല്ലാം സഹിക്കുന്നു, ക്ഷമിക്കുന്നു. പക്ഷേ മുജാഹിദുകളെ എനിക്കിപ്പോഴും അത് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് ആദർശം വിട്ടുകൊണ്ടുള്ള ഒരു കളിയും നമുക്കില്ല. നാം ആദർശത്തിൽ നിന്നൊരിക്കലും വ്യതിചലിച്ചിട്ടില്ല. പക്ഷേ എനിക്കെതിരെ ജനവികാരം ഇളക്കിവിട്ട് തസ്കിയത്തില്ലാത്തവനെന്ന് പറഞ്ഞ ഒരു മൗലവി, അയാൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? എതിരാളികളോട് വളരെയേറെ സ്നേഹത്തിൽ വർത്തിക്കണം എന്ന് പറയാൻ അയാൾ ഒരു കഥ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും. മഹാനായ സലഫി പണ്ഡിതൻ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയുടെ കടുത്ത എതിരാളിയായിരുന്നു ഇബ്നു അതാഉല്ലാഹി സിക്കന്ദരി എന്ന് പറയുന്നത്. ആരാണ് ഈ സിക്കന്ദരി എന്ന് നിങ്ങൾ പഠിക്കണം. ആരാ സിക്കന്ദരി? ഒരിക്കൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ഉള്ളാൾ തങ്ങളും ബോംബെയിൽ വെച്ച് ഉറങ്ങുമ്പോൾ വന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ നിങ്ങളുടെ കിതാബ് ദർസ് നടത്തട്ടെയോ? നിങ്ങൾ കേട്ട് പരിചയമുള്ള ഒരു ക്ലിപ്പായതുകൊണ്ട് ഞാൻ ഇടുന്നില്ല, കേൾപ്പിക്കുന്നില്ല. നിങ്ങളുടെ കിതാബാകുന്ന അൽ ഹിക്കം ഞങ്ങൾ ദർസ് നടത്തട്ടെയോ? അതിന് ദർസ് നടത്താൻ നിങ്ങൾ അനുവാദം തരണമെന്ന് അതാഉല്ലാഹി സിക്കന്ദരിയുടെ ജാറത്തിൽ പോയി കാന്തപുരം മുസ്ലിയാർ ആവശ്യപ്പെട്ടിരുന്നു. മരിച്ചു കിടക്കുന്ന ജാറത്തിൽ പോയിട്ട് ആവശ്യപ്പെട്ടിരുന്നു. യാത്ര കഴിഞ്ഞവർ ബോംബെയിൽ വിശ്രമിക്കുമ്പോ അതാഉല്ലാഹി സിക്കന്ദരി അവിടെ വന്നിട്ട് പറഞ്ഞു, അജസ്തുക, എന്റെ ഹിക്മ ദർസ് നടത്താൻ ഞാൻ നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ സൂഫി പണ്ഡിത ലോകത്തറിയപ്പെടുന്ന വ്യക്തിയാണ് ഇബ്നു അതാഉല്ലാഹി സിക്കന്ദരി. പിഴച്ച വിശ്വാസമുള്ള വ്യക്തിയാണ്. ബാലാണ്, പിഴച്ചവനാണ്, മുദില്ലാണ്.
അയാൾ വഹദത്തുൽ വജൂദിന്റെ വാദക്കാരനാണ്. വളരെയേറെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ വിമർശിക്കുന്നയാളാണ്. ശൈഖുൽ ഇസ്ലാം കാഫിറും മുർത്തദ്ദുമാണെന്ന് പറയുന്ന ആളാണ്. അങ്ങനത്തെ ഇബ്നു അതാഉല്ലാഹി സിക്കന്ദരിയുടെ കൂടെ അതേ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഒരു വാദപ്രതിവാദത്തിന് വേണ്ടി അലക്സാണ്ട്രിയയിലെ ജയിലിൽ നിന്ന് മനസ്സിലാക്കണം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ അലക്സാണ്ട്രിയ ജയിലിൽ അടക്കപ്പെട്ടിരുന്നു സത്യം പറഞ്ഞതിന്റെ പേരിൽ. മനസ്സിലാക്കിക്കോ, സത്യം പറഞ്ഞവർക്ക് കാരാഗ്രഹം കിട്ടും, സുഖങ്ങൾ കിട്ടില്ല, സമാധാനം കിട്ടില്ല, ഉറങ്ങാൻ സമ്മതിക്കില്ല, പ്രയാസപ്പെടുത്തും. അതേ മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, മുൻഗാമിയായ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് ജയിലിൽ കടന്നുകൊണ്ട് കാലം കഴിച്ചു കൂട്ടിയ നേതാവാണ്. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ചെരുപ്പ് കൊണ്ട് ജനസമൂഹത്തിൽ വെച്ച് പരസ്യമായി അടിയേൽക്കേണ്ടി വന്ന വ്യക്തിത്വമാണ്. നേതാക്കളായ ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് അപഹാസ്യങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. അതേ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ജയിലിൽ അടക്കപ്പെട്ട് അദ്ദേഹം അതാ ഇസ്കന്ദരിയയിൽ നിന്ന് ജയിലിൽ നിന്ന് പുറത്തു വന്ന് കെയ്റോവിലേക്ക് എത്തുകയാണ്. ഇബ്നു അതാഉല്ലാഹി സിക്കന്ദരി എന്ന് പറയുന്ന സൂഫി പണ്ഡിതനുമായി കൊണ്ട് വാദപ്രതിവാദം നടത്താൻ. അങ്ങനെ വാദപ്രതിവാദത്തിന് വേണ്ടി വന്ന സമയത്ത് ഇസ്കന്ദരിയയിൽ നിന്ന് പുറപ്പെട്ട് കെയ്റോയിലെത്തിയ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മഗ്രിബിന്റെ സമയമായപ്പോൾ അതാഉല്ലാഹി സിക്കന്ദരിയുടെ പള്ളിയിലാണ് കയറിയത്. ഇമാം അതാഉല്ലാഹി സിക്കന്ദരിയാണ് ഈ സൂഫി, ഈ ശിർക്ക് പ്രചരിപ്പിക്കുന്ന, കുഫർ പ്രചരിപ്പിക്കുന്ന, ശൈഖുൽ ഇസ്ലാം കാഫിറും മുർത്തദ്ദുമാണെന്ന് പറയുന്ന സൂഫി ലോകത്തുള്ള അയാൾ നിസ്കരിക്കുന്നതിന്റെ പിന്നിൽ ആര് പോയി തുടർന്ന് നിസ്കരിക്കാണ്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോയി തുടർന്ന് നിസ്കരിക്കാണ്. നിസ്കാരം കഴിഞ്ഞു, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അതാഉല്ലാഹി സിക്കന്ദരി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നൊരു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയാണ് പോലും. ശൈഖുൽ ഇസ്ലാമിനെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പിന്നീട് ചില സംഭാഷണങ്ങൾ ഇയാൾ പറയുന്നുണ്ട്. അഹ്മദ് ബിൻ അത്താഹുല്ലാഹ് സിക്കന്ദരി വലിയ സൂഫി പണ്ഡിതനാണ്. അദ്ദേഹവുമായി നടത്തിയ ഒരു വാദപ്രതിവാദമുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ അലക്സാണ്ട്രിയയിൽ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു. അവിടെ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ച് അദ്ദേഹം കൈറോവിലേക്ക് വരികയാണ്. കൈറോവിലേക്ക് വന്ന ഉടനെ അദ്ദേഹം ഈ സിക്കന്ദരി അത്താഹുല്ലാഹ് സിക്കന്ദരിയുടെ പള്ളിയിൽ ചെന്നു. സിക്കന്ദരിയുടെ പിന്നിൽ അദ്ദേഹം നമസ്കരിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അതാഉല്ലാഹ് സിക്കന്ദരി കാണുന്നത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയാണ്. അദ്ദേഹം അത്ഭുതപ്പെട്ടു, ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ആരാണെന്നറിയോ? അതാഉല്ലാഹ് സിക്കന്ദരി എന്ന് പറയുന്നത് സൂഫി പ്രസ്ഥാനത്തിന്റെ കടുപ്പമുള്ള നേതാവാണ്. ഇബ്നു തൈമിയ്യ കാഫിറും മുർത്തദ്ദുമാണെന്ന് പറഞ്ഞ മനുഷ്യൻ, ആ മനുഷ്യന്റെ പിന്നിലാണ് ശൈഖുൽ ഇസ്ലാം നമസ്കരിച്ചത്. തീർന്നോ? നിങ്ങൾക്ക് കേൾക്കണോ? അവർക്കിടയിൽ നടന്ന വല്ലാത്ത സംഭാഷണമുണ്ട്. അദ്ദേഹം പറയുകയാണ്, ജയിലിൽ നിന്നാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വരുന്നത്. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തെ ജയിലിലടക്കാൻ പണിയെടുത്തത് ആരാണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹം സിക്കന്ദരിയോട് പറഞ്ഞ വാചകം, ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ, നിങ്ങൾക്ക് കാന്തപുരത്തിന്റെ മർക്കസിൽ പോയി അയാളെ തുടരണമെങ്കിൽ വേറെ കഥ നോക്കിക്കോ. അയാളെ കെട്ടിപ്പിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേറെ കഥയുണ്ടാക്കിക്കോ. മഹാനായ ഞങ്ങളുടെ നേതാവ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ പേരിൽ ഇതുപോലെയുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിക്കരുത്. പറഞ്ഞയാൾക്ക് ബാധ്യതയുണ്ട്, ധാർമ്മികമായ ബാധ്യതയുണ്ട്. ആയിരങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ കാലത്ത് നടന്നിട്ടില്ലാത്ത ഒരു മുനാവറ, നടന്നിട്ടില്ലാത്ത ഒരു വാദപ്രതിവാദം നടന്നു എന്ന് നിങ്ങൾ വരുത്തി തീർത്തു. നിങ്ങൾ ഉദ്ധരിച്ച കിതാബുകൾ, നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കുബൂരികളും ഷിയാക്കളും മാത്രം പ്രചരിപ്പിക്കുന്ന കെട്ടുകഥകളാണെന്ന് സലഫി ലോകം പണ്ടേ മറുപടി കൊടുത്തിട്ടുള്ള കാര്യമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്നതിൽ പണ്ഡിതന്മാരുണ്ടെങ്കിൽ നിങ്ങളത് ചെക്ക് ചെയ്യണം, പരിശോധിക്കണം. മുനാദറ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മഅ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി എന്ന് പറയുന്ന സൈറ്റുകളിൽ നിങ്ങൾ പോയി പരിശോധിച്ചു നോക്കൂ. എന്താണ് വസ്തുത എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അലക്സാണ്ട്രിയയിലെ ജയിലിൽ നിന്ന് വരുന്ന കാലം എപ്പോഴാണ്? അതുപോലെ തന്നെ അതാഉല്ലാഹി സിക്കന്ദരി എന്ന് പറയുന്ന മനുഷ്യൻ കെയ്റോവിൽ മരണപ്പെടുന്ന കാലം എപ്പോഴാണ്? അയാൾ മരിച്ചതിന്റെ ശേഷം, അയാൾ മരിച്ച് കബറിൽ മണ്ണായതിന്റെ ശേഷം ശൈഖുൽ ഇസ്ലാം വന്നിട്ടൊരു വാദപ്രതിവാദം നടത്തിയെന്നോ തുടർന്ന് നിസ്കരിച്ചുവെന്നോ ആരാണ് നിങ്ങൾക്ക് ഈ കഥ പറഞ്ഞതെന്നത് നിങ്ങൾ സമൂഹത്തോട് പറയേണ്ടതുണ്ട്. പലരുമായും നിങ്ങൾക്ക് കൂട്ടിപ്പിടിക്കണം എന്നുണ്ടാവാം, പലരുമായും നിങ്ങൾക്ക് വേദി പങ്കിടണമെന്നുണ്ടാകാം, പലരും ഇപ്പോൾ
വളരെ പഥ്യമായി തോന്നുന്നുണ്ടാകാം. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം, ആദർശത്തെ സ്നേഹിക്കുന്ന മുജാഹിദുകൾ, അവർക്ക് വ്യക്തികളോട് വിദ്വേഷമില്ല. വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരുമായും അവർ കൂട്ടുകൂടും, ആരുമായും അവർ വേദി പങ്കിടും. പൊതുപ്രശ്നങ്ങളിൽ ഏത് പ്രസ്ഥാനക്കാരനുമായും നമ്മൾ വേദി പങ്കിട്ട പാരമ്പര്യമാണ് നമുക്കുള്ളത്. പക്ഷേ എന്റെ ആദർശത്തെ ഒരാളുടെ കാൽക്കൽ അടിയറ വെച്ചുകൊണ്ട്, അയാളെ പുകഴ്ത്തിക്കൊണ്ട്, അയാൾ വലിയ തഖ്വയുള്ളയാളാണെന്ന് പറഞ്ഞുകൊണ്ട്, അയാൾ അള്ളാഹുവിന്റെ റസൂലിനെ അടക്കം വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് ന്യായീകരിക്കുന്നയാളുടെ വാദങ്ങൾ ഏറ്റുപറഞ്ഞ് അതിന്റെ മുമ്പിൽ മുട്ടുമടക്കി എന്ന രൂപത്തിലുള്ള ഒരു കെട്ടുകഥ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വരെ ഇബ്നു അതാഉല്ലാഹി സിക്കന്ദരിയുടെ മുമ്പിൽ മറുപടിയില്ലാതായി തീർന്നിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ലോകകുബൂരികൾ കൊണ്ടുവരുന്ന ഒരു കെട്ടുകഥ തൗഹീദി പ്രസ്ഥാനത്തിന്റെ ശക്തമായ നിലക്കുള്ള ആദർശ സ്പിരിറ്റുള്ള ഒരു സമൂഹത്തെ കേൾപ്പിക്കുന്ന നിലക്ക് ആ സമൂഹത്തിന്റെ മുമ്പാകെ നിങ്ങൾ കൊണ്ടുവന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് പറയാനുള്ള ധാർമ്മികമായ ബാധ്യത നിങ്ങൾക്കുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. പഠനങ്ങൾ നടക്കട്ടെ, ആ മുനാദറയുടെ യാഥാർത്ഥ്യം പുറത്തു വരട്ടെ. അത് കൃത്യമായി തന്നെ സമൂഹം പഠിക്കേണ്ടതുണ്ട്. അപ്പൊ സഹോദരന്മാരെ, പിന്നെ എന്താ പറഞ്ഞത്? ഞാൻ പഠിച്ചത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പഠിച്ചത് ഏതെങ്കിലും ഒരു സിഡിയിൽ നിന്നല്ല, ആരുടെയെങ്കിലും പ്രസംഗം കേട്ടുകൊണ്ടല്ല, മറിച്ച് മഹാനായ മുഹമ്മദ് സാലിഹുൽ ഉസൈമീൻ എന്ന അറബി പണ്ഡിതന്റെ മുമ്പിൽ ആ മജ്ലിസിൽ ചമ്രം പടിഞ്ഞിരുന്ന് ഓതിപ്പടിച്ചതാണ് ഞാൻ അഖീദ എന്നാണ് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഹദീസ് ഞാൻ പഠിക്കുന്നത് കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു മതപ്രാസംഗികന്റെ വായയിൽ നിന്നല്ല, ഏതെങ്കിലും പുസ്തകം വായിച്ചല്ല. എന്നെ പഠിപ്പിച്ചത് മഹാനായ എന്റെ ഉസ്താദ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ മജ്ലിസിൽ ചമ്രം പഠിച്ചിരുന്നാണ് ദഈഫ അഖീദയുടെ വിഷയത്തിൽ വന്ന ദുർബലമായ മുഴുവൻ ഹദീസുകളും ഞാൻ പഠിച്ചത്. ഇതൊരു അന്തസ്സിന് വേണ്ടി, അഭിമാനത്തിന് പറയുകയല്ല. അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ച വാചകമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഖാല ശൈഖ് സുലൈമാൻ അബ്ദുല്ലാഹ് ഖാല ഇബ്നു അദി ഹാദൽ ഹദീസ് മുൻകറുൻ. ഇമാം ഇബ്നു അദി പറയുന്നു ഈ ഹദീസ് മുൻകറാണെന്ന്. ഇമാം സുയൂത്തി പറയുന്നു ഈ ഹദീസ് ദുർബലമാണെന്ന്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് എന്റെ കുട്ടികളെ, ബൽ ഹുവ ബാത്തിലുൻ മൗദൂഉൻ. ശരി, എനിക്ക് അറബി ഭാഷ അറിയില്ല എന്നല്ലേ? വേണ്ട, അറബി ഭാഷ അറിയുന്നവർ അർത്ഥം പറയൂ. ഈ ഹദീസിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ അറിയണം സഹോദരന്മാരെ. ചമ്രം പടിഞ്ഞ് കാലിൽ തഴമ്പ് തപ്പിയാൽ പോരാ. ഉസൈമിനിന്റെ അഖീദ നിങ്ങൾക്ക് സ്വീകാര്യമാണോ മൗലവി? നിങ്ങളത് പറയേണ്ടതുണ്ട്. സാലിഹ് മുഹമ്മദ് സാലിഹുൽ ഉസൈമിനിന്റെ പേരിൽ മേനി പറയുന്ന പരിപാടി നിങ്ങൾ നിർത്തിവെക്കണം. അതല്ലെങ്കിൽ ആ ഉസൈമിൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ആയിരക്കണക്കിന് അഭിപ്രായങ്ങൾ നിങ്ങളുടെ വാദപ്രകാരം ജിന്നൂരികളുടേതാണ്, നിങ്ങളുടെ വിളി അനുസരിച്ച് ജിന്നൂരികളുടേതാണ്, നിങ്ങളുടെ വിധി അനുസരിച്ചുകൊണ്ട് മുനാഫിക്കിന്റേതാണ്, തെസ്കിയത്തില്ലാത്തവന്മാരുടേതാണ്. എങ്കിൽ നിങ്ങൾക്ക് പറയാനൊക്കുമോ? മുഹമ്മദ് സാലിഹുൽ ഉസൈമിന്റെ പേരിൽ ഊറ്റം കൊള്ളുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് പഠനങ്ങൾ നടക്കട്ടെ. ഇറങ്ങൂ നിങ്ങൾ ചർച്ചയിലേക്ക്, ഇറങ്ങൂ നിങ്ങൾ ഇത്യാദിയുള്ള ഗവേഷണങ്ങളിലേക്ക്. ഇൻഷാ അല്ലാഹ് പഠനങ്ങൾ ഇനിയും പുരോഗതിപ്പെടുമല്ലോ. നാം മനസ്സിലാക്കുക, നേരം പുലരുവോളം ഈ രൂപത്തിൽ അതുമായുള്ള ചർച്ചകളും മെസ്സേജുകളും കൊണ്ട് എന്നെ ജനങ്ങൾ ബുദ്ധിമുട്ടിച്ചു. എല്ലാ നിലക്കും ഞാൻ അവിടെ നടത്തിയ ആ ഒരു ശബ്ദത്തെ എൻ്റെ ബഹുമാന്യനായ നേതാവ് TP പറഞ്ഞതിൽ എനിക്ക് വലിയ വേദനയുണ്ട്. മുൻ വൈരാഗ്യമുള്ളവർ പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ എൻ്റെ TP അത് പറയരുതായിരുന്നു. എല്ലാ മതവിഭാഗങ്ങളിലെ ആളുകളും, അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്, സർവ്വമത വിഭാഗത്തിന്റെ ആളുകളും ഈ വേദിയിൽ വന്ന് പ്രസംഗിച്ചു. പല മതക്കാരും ഇവിടെ വന്ന് സംസാരിച്ചു. അവരൊക്കെ മാന്യമായിട്ടേ ഇവിടെ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ആ മാന്യമായ ഈ സമ്മേളനത്തിന്റെ മുമ്പിൽ ഇന്നലെ ഒരു അപശബ്ദം കേട്ടു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇതിന്റെ ഒന്നാമത്തെ സംഗമം മുതൽക്ക് ഇവിടെ നടന്ന മുഴുവൻ സംഗമങ്ങളിലും പങ്കെടുത്തവർ പോലും ഇതിൽ ലയിച്ചു പോവുകയാണുണ്ടായത്. ഇവിടെ വിവിധ മതങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ സംസാരിച്ചു. ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന്, ഹൈന്ദവ സമൂഹത്തിൽ നിന്ന്, മുസ്ലിംകളിൽ തന്നെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് എല്ലാം ഇവിടെ സംസാരിച്ചു. എന്തെങ്കിലും അപശബ്ദങ്ങൾ ഉണ്ടായോ?
ഈ സ്റ്റേജിന്റെ മഹത്വം, ഈ കൂട്ടായ്മയുടെ മഹത്വം, ഇവിടെ സംസാരിക്കുന്ന വിഷയത്തിന്റെ മഹത്വം, ഈ ഒരു ജമാഅത്തിന്റെ മഹത്വം, അത് ഇവിടെ വന്ന ആളുകൾ അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് അവർ വളരെ വിനയാന്വിതരായി സംസാരിക്കുകയും ചെയ്തു. പക്ഷെ ഇന്നലെ ഒരു അപശബ്ദം കേട്ടു. എന്തായിരുന്നു അത്? ഈ മഹാവിശ്വാസികളുടെ കൂട്ടായ്മയിൽ ഒരു കരടായിരുന്നു അത്. നിങ്ങൾക്കതൊരു അപശബ്ദമായി പോയോ പ്രിയപ്പെട്ട TP? ഒരു കരട് ഇന്നലെ വന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതേ ഊതിക്കളയാവുന്ന പാറ്റിയെടുത്ത് നീക്കേണ്ടുന്ന ഒരു കരട്, ഒരു കണ്ണിലെ കരട്, അതെ ഒരു കരട് ഇന്നലെ ഉണ്ടായി എന്ന് അത് പറയാൻ മാത്രം എന്താ അപശബ്ദമാണ് പ്രിയപ്പെട്ട TP ഞാൻ അവിടെ ഉണ്ടാക്കിയത്. ഞാൻ എന്തായിരുന്നു പൊന്നു നേതാക്കളെ നിങ്ങളോട് പറയേണ്ടിയിരുന്നത്? പിരിച്ചുവിടൂ, എല്ലാവരെയും അടിച്ചൊതുക്കൂ, സർവ്വ എണ്ണത്തെയും പിടിച്ചു പുറത്താക്കൂ, എന്നിട്ട് തല്ലട്ടെ, തമ്മിൽ നടുറോട്ടിൽ വെച്ച് തല്ലട്ടെ, പള്ളികൾക്കുള്ളിൽ വെച്ച് അടി നടക്കട്ടെ, വീടുകളിൽ കുടുംബങ്ങളിൽ രക്തച്ചൊരിച്ചിലുണ്ടാകട്ടെ, പിളരൂ, പുറത്തു പോകൂ, മാറിപ്പോകൂ എന്നായിരുന്നു പ്രിയപ്പെട്ട TP ഞാൻ ജനങ്ങളോട് പറയേണ്ടിയിരുന്നത്. അതായിരുന്നു അവിടെ കൂടിയവരുടെ വികാരം. അതായിരുന്നു എന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്. എനിക്കറിയില്ലായിരുന്നു. സത്യം പറയട്ടെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, ആ പ്രസംഗങ്ങൾ നടത്തുമ്പോഴല്ലാതെ എനിക്കൊരിക്കലും മനസ്സിലായിട്ടില്ല ഈ സമ്മേളനത്തോടുകൂടി നമ്മൾ ഒന്നാകും എന്ന ഒരു വലിയ പ്രതീക്ഷയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. ഈ സമ്മേളനത്തോടെ നമ്മൾ ഒന്നാകും, അതിനുശേഷമുള്ള ചർച്ചകൾ ആ നിലക്ക് നീങ്ങും എന്ന പ്രതീക്ഷയോടുകൂടെയാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ എൻ്റെ ശബ്ദം അപശബ്ദമായത് എങ്ങനെയാണ്? എൻ്റെ ശബ്ദം കരടായി പോയത് എങ്ങനെയാണ്? പ്രിയമുള്ളവരെ, ആ സമ്മേളനത്തോടുകൂടി മുജാഹിദ് കേരളത്തെ വെട്ടിമുറിക്കാൻ നമ്മുടെ നേതൃത്വം തീരുമാനിച്ചിരുന്നു എന്നാണ് എനിക്ക് പിന്നീടുള്ള പ്രതികരണങ്ങൾ മനസ്സിലായത്. ഞാൻ കൂടി പിടിച്ചുകൊടുത്ത് മുജാഹിദ് പ്രസ്ഥാനം ആറ്റുതോറ്റ് വളർത്തിയുണ്ടാക്കിയ ഈ സംഘടനയെ അറുക്കാനുള്ള ഒരു തീരുമാനത്തിന് ഞാൻ കൂടി നിന്നുകൊടുക്കേണ്ട ഒരു അവസരത്തിൽ കത്തി നീട്ടി ഞാൻ കൂടി പിടിച്ച് സഹകരിക്കേണ്ട ഒരു നേരത്ത് അരുതേ, ഇതിനെ കൊല്ലരുതേ, ഇതിനെ തളർത്തരുതേ, ഇതിനെ പിളർത്തരുതേ, ഇതിനെ വെട്ടിമുറിക്കരുതേ എന്നത് അത്തരത്തിൽ തീരുമാനം മുമ്പേ എടുത്തിട്ടുള്ള ആളുകളുടെ മുമ്പിൽ അതൊരു അപശബ്ദം തന്നെ ആയിരിക്കുമല്ലോ. അതേ സംഭവിച്ചിട്ടുള്ളൂ. അതാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെ ഒരു തീരുമാനം അവർക്കുണ്ടായിരുന്നു എന്നത് എനിക്കിപ്പോഴാണ് ഞാനത് മനസ്സിലാകുന്നത്. സത്യം എനിക്കറിയില്ലായിരുന്നു. ഈ സമ്മേളനത്തോട് അങ്ങനെ ഒരു തീരുമാനം വരും, ഇത് രണ്ടാകുമെന്നൊരു തീരുമാനം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ആ ഒരു പ്രത്യേകമായ ധാർമ്മികമായ വേദനയിൽ നിന്നുകൊണ്ട് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പോഴും എനിക്കതേ പറയാനുള്ളൂ. എനിക്കതിലപ്പുറം ഒന്നും പറയാനില്ല. എനിക്ക് മാന്യതയില്ല എന്ന് പറഞ്ഞു, എനിക്കതിൽ പ്രയാസമൊന്നുമില്ല. വ്യക്തിപരമായി നിങ്ങൾ എന്താക്ഷേപിച്ചാലും എനിക്ക് പ്രയാസമില്ല. എൻ്റെ സങ്കടങ്ങൾ സൃഷ്ടികളോടല്ലല്ലോ, ജിന്നിനോടല്ലല്ലോ, മലക്കിനോടല്ലല്ലോ, മഹാത്മാക്കളോടല്ലല്ലോ, എൻ്റെ നാഥനോട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ കോടതിയിൽ വെച്ചതിന് തീർപ്പുണ്ടാകും. പരലോക കോടതിയിൽ എനിക്ക് തഖ്വയില്ലെന്ന് പറഞ്ഞവരോ, എനിക്ക് മാന്യതയില്ലെന്ന് പറഞ്ഞവരോ, എന്റേത് അപശബ്ദമാണെന്ന് പറഞ്ഞവരോ അല്ലല്ലോ ഖാദിമാരായി വരിക. പരലോക കോടതിയിലെ ജഡ്ജിമാർ അവിടെ ആരുമല്ലല്ലോ, അവിടെ മാലിക് യൗമിദ്ദീൻ, സർവലോക പരിപാലകനായ റബ്ബാണല്ലോ അന്നത്തെ ഉടമ. ആ നാഥനിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. എൻ്റെ മനോവേദന അവനാണ് അറിയുന്നവൻ, എൻ്റെ നിയ്യത്ത് അവനാണ് അറിയുന്നവൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുജാഹിദുകളെ, മുജാഹിദ് ഉമ്മമാരെ, പെങ്ങന്മാരെ, ഇനിയും ഞാൻ പറയുകയാണ്, ഇനിയും ഈ ഉള്ളവൻ ശ്രമിക്കും. എന്തിനു വേണ്ടി? ആര് നിങ്ങൾക്കെതിരെ എന്ത് തന്നെ പ്രകോപനം ഉണ്ടാക്കിയാലും നിങ്ങൾ പ്രകോപിതരാവരുത്. നാം പ്രകോപിതരാവണം എന്ന് ആരൊക്കെയോ നോറ്റ് നടക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു. പ്രകോപിതരാവരുത്. നമ്മൾ മുജാഹിദുകളാണ്. നമ്മുടെ കയ്യിൽ ആദർശമുണ്ട്. ആദർശ രംഗത്ത് നിങ്ങൾക്കൊന്നായി മുന്നേറാൻ ഇനിയും കഴിയില്ലേ? കഴിയണം. ആരെയും ചീത്ത പറയരുത്. ആരോടും വ്യക്തിവിദ്വേഷം നമുക്കില്ല. ഈ വിഷയത്തിൽ ഇനിയും ചർച്ചകൾ നടക്കട്ടെ. എന്താണ് വിഷയമെന്ന് ആളുകൾ പഠിക്കട്ടെ. നാം വളരെ ഗൗരവത്തോടുകൂടെ മുന്നേറേണ്ടതുണ്ട്. ഒരിക്കലും നമ്മുടെ മനസ്സിലൊരു വേദന തോന്നരുത്. ഏതർത്ഥത്തിൽ ഇങ്ങനെയായി പോയല്ലോ, ഇനി എന്ത് ചെയ്യാൻ സാധിക്കും, എല്ലാം കയ്യിലാക്കിയിട്ട് ഞങ്ങളെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടല്ലോ എന്ന് ഒരൊറ്റ ഉമ്മപെങ്ങന്മാർക്കും മുജാഹിദുകൾക്കും തോന്നിപ്പോകരുത്. മുജാഹിദുകളെ, ഞാനൊരു കക്ഷിയിൽ നിന്നുകൊണ്ടല്ല പറയുന്നത്, എൻ്റെ സർവ്വ മുജാഹിദുകളോടും പറയുകയാണ്, എൻ്റെ നേതാക്കളോട് പറയുകയാണ്, ഇനിയും നമ്മൾ വെട്ടിമുറിക്കരുത്, ഇതിനെ വെട്ടിപ്പിളർത്തരുത്. നമുക്ക്
നമുക്കൊന്നാകണം. നാം ഒന്നാണ് പ്രിയമുള്ളവരെ. എത്ര കാലം നമ്മൾ നമ്മുടെ പൊതുശത്രുവിനെതിരെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആഞ്ഞടിച്ചുവോ, ആ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് പ്രമാണങ്ങൾ കൊണ്ട് ഇനിയും ചർച്ചകളിലൂടെ തെളിയിക്കപ്പെട്ട് തെറ്റുകൾ വന്നവർ തിരുത്തട്ടെ, പശ്ചാത്തപിക്കട്ടെ. അതല്ലാതെ ചർച്ചയുടെ കവാടങ്ങൾ നിങ്ങൾ ദയവായി ഇനിയും കൊട്ടിയടക്കരുത് നേതാക്കളെ. ഇപ്പോഴും എനിക്കതാണ് വിനയത്തോട് പറയാനുള്ളത്. ഈ ശബ്ദത്തിന് ഒരു വിലയും കൽപ്പിക്കില്ല എന്ന് എനിക്കറിയാം. ഒരു പക്ഷേ എന്നാലും എൻ്റെ ആഗ്രഹം, ഞാൻ എൻ്റെ 10,000 ഇവിടെ തടിച്ചുകൂടിയ, ഈ കടപ്പുറത്ത് തടിച്ചുകൂടിയ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ ജനസഞ്ചയത്തോട് നിങ്ങളുടെ വിനീതനായ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ മനസ്സിന്റെ വേദന ഇവിടെ വെച്ചും പങ്കുവെക്കുന്നു. മുജാഹിദുകളെ തമ്മിൽ തല്ലരുത്, മുജാഹിദുകളെ പിരിയരുത്, മുജാഹിദുകളെ ബാപ്പയോടും ഉമ്മയോടും വെറുക്കരുത്, മുജാഹിദ് മാതാപിതാക്കളെ മക്കളോട് നിങ്ങൾ വെറുക്കരുത്. നിങ്ങൾ വിഷയത്തിന്റെ ഗൗരവം അറിഞ്ഞിട്ടില്ല, നിങ്ങൾ വിഷയം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അത് പഠിക്കാനുള്ള ഏർപ്പാട് ചെയ്യണേ എന്നാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി. നിങ്ങൾ ആരും എന്നോട് സമ്മേളനത്തിൽ നിങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ടല്ലാതെ പോലും ഞാൻ എൻ്റെ വികാരം പ്രകടിപ്പിച്ചത്. നിങ്ങളത് ഉൾക്കൊള്ളണേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദഅവത്ത് ഏത് കാലഘട്ടത്തിലും പ്രയാസങ്ങളിലൂടെ മാത്രമേ കടന്നുപോയിട്ടുള്ളൂ. ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് ആരും നമ്മെ പൂമാലയിട്ട് സ്വീകരിക്കുകയില്ല. പ്രവാചകന്മാർക്കുണ്ടായ അനുഭവങ്ങൾ ഒറ്റക്ക് പോരാടിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ബാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ പോടാ പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പടിയടച്ചു പിണ്ടം വെക്കുമ്പോൾ പിരിച്ചുവിട്ട് നടുറോട്ടിലേക്ക് ഇബ്രാഹിം എന്ന ധീര മുജാഹിദിനെ, ആ ചെറുപ്പക്കാരനെ, ആ യുവാവിനെ തെരുവിലേക്ക് ഇറക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിച്ചിട്ടില്ല, ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്കാകെ കൂടാനുള്ള ഒരു കേന്ദ്രം എൻ്റെ ഉപ്പയുടെ വീടാണ്. എനിക്കൊരു കേന്ദ്രമില്ല, എനിക്ക് കൂടിച്ചെല്ലാനൊരു സ്ഥാപനമില്ല, എനിക്ക് കൂടിയിരുന്ന് ചർച്ച ചെയ്യാനൊരു വേദിയില്ല. ഞാൻ പെരുവഴിയിലായല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാം ഭയപ്പെട്ടിട്ടില്ല. പെരുവഴിയിലല്ല മക്കളെ, പെരുവഴിയിലല്ല. ഞാൻ സമ്മേളനത്തിന്റെ അവസാനം പറഞ്ഞ വാചകം ആവർത്തിക്കട്ടെ, അല്ലാഹു മഅനാ, അല്ലാഹു മഅനാ. അല്ലാഹുണ്ട് നമ്മുടെ കൂടെ. തളരരുത്, പതറരുത് മുജാഹിദുകളെ, തളരരുത് മുജാഹിദുകളെ, ദുഃഖിക്കരുത് മുജാഹിദുകളെ. വലാ തഹിനു വലാ തഹ്സനു. നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ പീഡിതരാവരുത്, നിങ്ങൾ പീഡിതരാണെന്ന് തോന്നരുത്, നിങ്ങൾക്ക് നിന്ദ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നരുത്. വഅൻതുമുൽ അഅലൗൻ. നിങ്ങളാണ് ഉന്നതന്മാർ, നിങ്ങളാണ് ഉന്നതന്മാർ. ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങളുടെ കൈകളിൽ 1000 സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നല്ല, നിങ്ങൾക്ക് ഒരുപാട് അനുയായികൾ ഉണ്ടെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാരെന്നല്ല, നിങ്ങൾക്ക് ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാരെന്നല്ല, നിങ്ങൾക്ക് ഒരുപാട് സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാരെന്നല്ല, നിങ്ങൾക്ക് ഒരുപാട് വിദേശ രാജ്യങ്ങളുമായി ബന്ധമുണ്ട് എന്നെങ്കിൽ നിങ്ങൾ ഉന്നതന്മാരാണ് എന്നല്ല. ഇൻ കുന്തും മുഅ്മിനീൻ, ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾക്ക് ഈമാനുണ്ടോ? നിങ്ങൾക്ക് ഈമാനുണ്ടോ? ഈ പാരാവാരത്തിന്റെ സമീപത്ത് തടിച്ചുകൂടിയ 10,000 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ചിന്തയല്ലേ നിങ്ങൾക്കുമുള്ളത്? ഞങ്ങൾക്കും അതേ വേദനയല്ലേ ഉള്ളത്? നമ്മൾ പിരിയണോ? ശബ്ദിക്കൂ മുജാഹിദുകളെ, നമ്മൾ പിരിയണോ? പിരിയണോ മുജാഹിദുകളെ? ഒരിക്കലും പിരിയരുത്, ആർക്കും വകവെച്ചു കൊടുക്കരുത്. ഈ ആദർശമാകുന്ന കൈത്തിരിയെ ആരെതിർത്താലും, അതേത് വലിയവൻ എതിർത്താലും, ഞങ്ങൾ ഇത് ഉയർത്തപ്പിടിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെയും ഇതിനെ ഞങ്ങൾ നിലനിർത്തും എന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾ തയ്യാറില്ലേ മുജാഹിദുകളെ? നിങ്ങൾ തയ്യാറില്ലേ? നിങ്ങൾ തയ്യാറില്ലേ മുജാഹിദുകളെ? തയ്യാറാകണമെന്നാണ് എനിക്ക് വിനീതനായ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ എന്ന് എനിക്ക് എൻ്റെ ഉമ്മപങ്കന്മാരോട് പറയാനുള്ളത്. ഈ ആദർശ പ്രസ്ഥാനത്തിന് ഒന്നും സംഭവിക്കില്ല, ആദർശ പ്രസ്ഥാനത്തിന് ഒന്നും സംഭവിക്കില്ല. ഈ ആദർശം അതിൻ്റെ ശക്തമായ നിലക്ക് സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇനിയും മുന്നോട്ട് പോകും. ശിർക്കുണ്ട് എന്ന് ഉണ്ടെങ്കിൽ ആ നിലക്കുള്ള ചർച്ചകൾക്ക് ഇനി വാതിലടക്കരുതെന്നാണ് ഇനിയും പറയാനുള്ളത്. പഠനങ്ങൾ നടക്കട്ടെ. നമ്മൾ എന്തിന് ഗൾഫിലെ പണ്ഡിതന്മാരെ ഭയപ്പെടണം? അവർ പറഞ്ഞത് മുഴുവൻ എണ്ണാക്കു തരാതെ വിഴുങ്ങണമെന്ന് ഞാൻ പറഞ്ഞു. ഗൾഫ് പണ്ഡിതന്മാരുടെ മുമ്പിൽ പോയിട്ട് ചർച്ച ചെയ്യുന്നതിന് ആരോടാണ് അച്ചാരം വാങ്ങിയെന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ആരോടും അച്ചാരം വാങ്ങിയിട്ടില്ല. ഗൾഫിലുള്ള പല പണ്ഡിതന്മാരുമായും ഫോണിലും നേരിട്ടുമൊക്കെ സംസാരിക്കുമ്പോൾ, അതെ, നമുക്കെല്ലാം പരിചയമുള്ള സൗദി അറേബ്യയിൽ ഇസ്ലാഹി സെന്ററുകളുടെ കോർഡിനേറ്റർ ആയിക്കൊണ്ട് ബഹുമാന്യനായ AP കൊല്ലങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ചിട്ടുള്ള ബഹുമാന്യനായ വ്യക്തിത്വമല്ലേ ഈദാൻ എന്ന് പറയുന്ന ആ സൗദി അറേബ്യയിലുള്ള പ്രമുഖനായ വ്യക്തി, അദ്ദേഹം ആവശ്യപ്പെട്ടില്ലേ നമ്മോട്? പലരും ആവശ്യപ്പെട്ടില്ലേ? അവരാവശ്യപ്പെട്ടതല്ലേ? നമുക്കെന്താ പോയിക്കൂടെ?
അവർ പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയുടെ ചർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ വരാൻ സന്നദ്ധരാണെന്ന്. അവിടുത്തെ മിനിസ്ട്രിയിലേക്ക് കത്തയച്ചാൽ ആ മിനിസ്ട്രി നമ്മെ സ്വീകരിക്കും, അവരുടെ ചെലവിൽ എന്ന് വരെ പറഞ്ഞിട്ട് നിങ്ങൾ വരണം, നിങ്ങൾ ഈ വിഷയത്തിൽ ചേരിതിരിഞ്ഞ് പോരിനിറങ്ങരുത്, വാദപ്രതിവാദം നടക്കരുത് എന്നൊക്കെ പറഞ്ഞു. എന്നും ഐക്യത്തിന് വേണ്ടി മാത്രമേ ഈ ഉള്ളവൻ ശബ്ദിച്ചിട്ടുള്ളൂ. എറണാകുളത്ത് വെച്ച് ചേരിതിരിഞ്ഞ് രണ്ടു കൂട്ടരും ശിർക്കിന്റെ പേരിൽ വാദപ്രതിവാദം നടക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ രണ്ടു പക്ഷത്തുമുള്ള എന്റെ ബഹുമാന്യരായ സ്നേഹിതന്മാരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. എന്റെ സ്നേഹിതന്മാരെ ഞാൻ രണ്ടു പക്ഷത്തുമുള്ളവരെ വിളിച്ചിട്ടുണ്ട്. നേരം പുലരുവോളം ഉറക്കമൊഴിച്ചുകൊണ്ട് ഞാൻ അവരോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, ഈ സംവാദം നിങ്ങൾ നടത്തരുത്, ഇത് നമ്മൾക്ക് ഗുണം ചെയ്യില്ല, നമുക്കിത് ഉള്ളിൽ ചർച്ച ചെയ്യാം, ഇത് നടക്കരുതേ എന്ന് ഈ ഉള്ളവൻ ആവശ്യപ്പെട്ടു. ബഹുമാന്യനായ എന്റെ TP-യെ വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഞാനന്ന് രാവിലെ സംസാരിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ സക്കരിയ സലാഹിയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എറണാകുളത്തൊരു വ്യക്തിയുമായി ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ എന്റെ അനസ് മുസ്ലിയാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പലരുമായും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? നാം തമ്മിൽ തല്ലണം എന്ന് പറയാനല്ല, തല്ലരുതേ, നമ്മൾ ഭിന്നിക്കരുതേ, അതിന് മാത്രം ഒരു പ്രശ്നം ഇതിലില്ല. അബ്ദുസ്സലാം സുല്ലമി കുബൂരികളുടെ പത്രത്തിൽ അഭിമുഖം കൊടുത്തുകൊണ്ട് നമ്മെ മുഴുവൻ മുശ്രിക്കുകളാക്കി. മൗലവി ഭാഗം എന്ന് പറഞ്ഞാൽ ബഹുമാന്യനായ എന്റെ AP അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം കൊടുക്കുന്ന ആ മുജാഹിദ് പ്രസ്ഥാനം കടുത്ത മുശ്രിക്കുകളാണെന്ന് പറഞ്ഞുകൊണ്ട് കുബൂരികൾക്ക് അഭിമുഖം കൊടുത്തപ്പോൾ നമ്മൾ ഒന്നായിരുന്നു കൊണ്ട് പോരാടിക്കൊണ്ട് നമ്മൾ പറഞ്ഞു, ഇല്ലടാ ഇല്ല, ഞങ്ങളിൽ ഒരാളും ശിർക്ക് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ആ വാദമില്ലെന്ന് നമ്മൾ ഒന്നിച്ചു പറഞ്ഞിട്ട് പിന്നെ ഇതിലുണ്ടായ മറ്റൊരു പ്രത്യേകമായ ഒരു ചേരിതിരിവ്, പ്രിയമുള്ളവരെ, നമുക്കത് ഗുണം ചെയ്യുമോ? നാം വളരെ ആത്മാർത്ഥമായി ആലോചിക്കണ്ടേ? അതുകൊണ്ട് ഹുസൈൻ സലഫി അവിടെ അപശബ്ദമുണ്ടാക്കി പറയേണ്ടതല്ലാത്തൊരു കാര്യം പറഞ്ഞു എന്നാണ് പറയുന്നത്. പലർക്കും പല അഭിപ്രായമാണ്. അയാളുടെ ധിക്കാരം, അയാളുടെ അഹങ്കാരം, അയാൾ പറയരുതാത്തത് പറഞ്ഞു. നിങ്ങളൊന്ന് കൂടിയാലോചിക്കണ്ടേ? ഞാൻ എന്താ കൂടിയാലോചിച്ചിട്ട് പറയേണ്ടത്? ഇവർ പിരിച്ചുവിട്ട എന്തിനാന്നുള്ളതാ ഞാൻ പറയുന്നത്. ഞാനത് ഇന്നും പറയുന്നില്ല. ആ വിഷയത്തിൽ പിരിച്ചുവിടലും പിരിച്ചുവിടാതിരിക്കലും ഒക്കെ നേതൃത്വത്തിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ഞാനത് പറയാൻ ആളല്ല. പക്ഷേ ഈ കുട്ടിയെ നിങ്ങൾ അറുക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കേട്ട് വളർന്ന മുജാഹിദ് പ്രസ്ഥാനമാകുന്ന വടവൃക്ഷത്തിന്റെ കൊമ്പുകളും ചില്ലകളും ഒരുപാട് കിളികൾ വന്ന് കളകളാരവം മുഴക്കിയിട്ട് ആദർശത്തിന്റെ പടപ്പാട്ട് പാടിയിട്ട് ഒരുപാട് ശിർക്കിന്റെ കോട്ടകൊത്തളങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ വൃക്ഷത്തിൽ നിന്ന് പഴം തിന്നാൻ വേണ്ടി ഇങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ട്. അതിന് കാരണക്കാരായ ആ കിളികളിരിക്കുന്ന ചില്ലകളെ വെട്ടിമുറിക്കരുത് നേതാക്കളെ. വിനീതമായ അഭ്യർത്ഥനയാണ്. ഈ വടവൃക്ഷത്തെ കൊത്തിമുറിക്കല്ല. നമ്മൾ ഒന്നാണ് മുജാഹിദുകളെ. നമ്മൾ എന്ത് തർക്കമുണ്ടെങ്കിലും എത്രത്തോളം വിട്ടുവീഴ്ചക്ക് പോയാലും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവിയോട് ഒരു കുബൂരി എന്റെ പ്രസംഗത്തിന്റെ ശേഷം ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവിയെ ഫോണിൽ വിളിച്ചു. ഞാനത് കേട്ടു, ഞാനത് നെറ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് എന്നെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ കുബൂരിയാണെന്ന് പോലും മനസ്സിലാക്കാതെ ഒരു നമ്മുടെ ആളായിക്കൊണ്ട് ബഹുമാന്യനായ AP-യെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഭൂരികൾക്ക് മറുപടി പറയാൻ ഹുസൈൻ സലഫിയെ വിളിക്കണ്ട എന്ന് ബഹുമാന്യനായ AP പറയുമ്പോൾ, പ്രിയപ്പെട്ട AP, നിങ്ങളോട് എനിക്കതിന് വിഷമമില്ല. ഞാൻ നിങ്ങളെ ആ കാര്യത്തിൽ നിങ്ങൾ എന്നെ അപഹസിച്ച് ആയിരങ്ങൾ കേൾക്കെ അതാ കുബൂരികൾ അവരുടെ റൂമിലിട്ടുകൊണ്ട് ഹുസൈൻ സലഫിയുടെ മാംസം, പച്ചമാംസം കൊത്തി വലിക്കുകയാണ്. അതെ, എന്നെ വളരെ മോശക്കാരനായി നിങ്ങൾ കൊടുത്ത മറുപടി അതാ അവര് ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് പരിഹസിക്കുകയാണ്. ബഹുമാന്യനായ AP, ഒരിക്കലും നിങ്ങളോട് എനിക്ക് വിഷമമില്ല. പക്ഷേ ഒരുപാട് ആളുകൾക്ക് തൗഹീദിന്റെയും സുന്നത്തിന്റെയും ശബ്ദം കിട്ടാൻ കാരണമായ ആ നാവുകൊണ്ട് നിങ്ങൾ ആദർശ പ്രസ്ഥാനത്തിന്റെ ആളുകളെ, എന്നെയല്ല ഞാനും നിങ്ങളും അടങ്ങുന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ ആളുകളെ വേദനിപ്പിക്കാൻ കുബൂരികൾക്ക് നിങ്ങൾ കൊടുക്കരുതായിരുന്നു എന്ന വിനീതമായ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. അല്ലാഹു നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും തൗഹീദിന്റെ പാതയിൽ ഒന്നിച്ചു മുന്നേറുവാനുള്ള ആഫിയത്തും ദീർഘായുസ്സും നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനല്ലാതെ അത് ശബ്ദമായി ഒന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഒരിക്കലും
ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതാണ്. എന്തോ എന്ന് എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ നിന്ന് പിന്നെയും പിന്നെയും ആ വികാരം തന്നെയാണ് അണപൊട്ടി ഒഴുകുന്നത്. നമ്മളിവിടെ വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ, പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടക്കുന്ന പ്രോഫ്കോൺ, എത്രയെത്ര സ്റ്റുഡൻസ് ആണ് ഇസ്ലാമിന്റെ വെളിച്ചം കണ്ടത്, ധാർമ്മിക രംഗത്തേക്ക് അവർ കടന്നു വന്നത്. താടി നീട്ടിയ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉണ്ടായതിൽ പലർക്കും വലിയ മനസ്സാക്ഷിക്കുത്തും വിഷമവും തോന്നിയപ്പോഴും മുജാഹിദുകൾ മുഴുവൻ സന്തോഷിച്ചിട്ടേയുള്ളൂ ആ കുട്ടികളെ നോക്കിയിട്ട്. അതിന് കാരണമായത് നമ്മുടെ MSMന്റെ പ്രോഫ്കോൺ ആയിരുന്നു, CRE ആയിരുന്നു, ഹൈസക് ആയിരുന്നു, അതുപോലെ തന്നെ ഇല്ലൂമിനയായിരുന്നു. ഒട്ടേറെ പരിപാടികൾ MSM നടത്തിക്കൊണ്ടിരുന്നു. ISM നടത്തിയ വ്യക്തമായ നിലക്കുള്ള ഒരുപാട് ക്യാമ്പയിനുകൾ ശക്തമായ നിലക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. അതൊന്നും നിന്നു പോകില്ല പ്രിയമുള്ളവരെ. ആരും വിചാരിക്കേണ്ടതില്ല ദഅവത്ത് നിൽക്കുമെന്നാരും വിചാരിക്കരുത്. ദഅവത്ത് ഇതൊരൊഴുക്കാണ് പ്രിയമുള്ളവരെ. നിങ്ങൾ തയ്യാറുണ്ടോ മുജാഹിദുകളെ? നിങ്ങൾ തയ്യാറുണ്ടോ? ഈ ദഅവത്തിന്റെ ഈ ഒഴുക്ക് ആരൊരു ഗ്ലാസ് വെള്ളം മുക്കിയിട്ട് തടയിടാൻ തയ്യാറായാലും അരുതേ. ഈ മലവെള്ളപ്പാച്ചിൽ ശിർക്കിന്റെ കോട്ടകൊത്തളങ്ങൾക്കെതിരെ തൗഹീദിന്റെ ഏറ്റവും വലിയ പടഹധ്വനി മുഴക്കിക്കൊണ്ട്, സുന്നത്തിന്റെ പടഹധ്വനി മുഴക്കിക്കൊണ്ട്, ബിദ്അത്തിന്റെ മൺചിറകൾക്കെതിരെ ഈ ശക്തമായ കൂലംകുത്തി ഒഴുക്ക് തടയാൻ ആർക്കും സാധ്യമല്ല. സാധ്യമാണോ മുജാഹിദുകളെ? സാധ്യമല്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹയാണ് നമ്മുടെ കൂടെയുള്ളത്. പടച്ചവന്റെ കാവൽ നമുക്കുണ്ടാകും. നമുക്ക് ആരോടും വിദ്വേഷം വേണ്ട, ആരോടും നമുക്ക് വെറുപ്പില്ല. നാം ഒറ്റക്കെട്ടായി ഇനിയും മഹല്ലുകളിലേക്ക് പോകുമ്പോൾ മഹല്ലുകളിൽ ചിത്രതയുണ്ടാകരുത്. നമ്മൾ നടത്തുന്ന ഇനി ഞങ്ങൾ എന്ത് പെരുവഴിയില്ലെന്ന് ഒരാൾക്കും തോന്നിപ്പോകരുത്. പെരുവഴിയിലല്ല, ഏകനായി പുറത്തേക്കിറങ്ങിയ ആരാരും സ്വീകരിക്കാനില്ലാത്ത നമ്മുടെ മുത്തുനേതാവ് ഖലീലുള്ളാഹ്ക്ക് അല്ലാഹുണ്ടായിരുന്നു കൂട്ടിന്. കഠിനമായ പരീക്ഷണത്തിന്റെ തീച്ചൂളയിലേക്ക് അക്ഷരാർത്ഥത്തിൽ എറിയപ്പെട്ടപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് വല്ല ഹെൽപ്പും വേണോ എന്ന് ചോദിച്ചപ്പോൾ ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, എനിക്കല്ല മതി എന്ന് പറഞ്ഞ ആ മഹാനായ നേതാവ് ഇന്നും 5 നേരത്തെ നിസ്കാരങ്ങളിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് പറഞ്ഞാൽ ഉടനെ മുസ്ലിം ലോകം പേര് പറയുന്ന നേതാവാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് ആദർശത്തെ സ്നേഹിക്കൂ പ്രിയമുള്ളവരെ. തൗഹീദിൽ നമുക്ക് തെറ്റുപറ്റിയിട്ടില്ല. അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ. ഒരു സ്ഥലത്തും നമുക്ക് ജിന്ന് വേണ്ട പ്രാർത്ഥിക്കാൻ. കുളിക്കടവിലും പുഴക്കടവിലും ഏത് സ്ഥലത്തും വിജനപ്രദേശത്തും ജനപ്രദേശത്തും ഒരു സ്ഥലത്ത് വെച്ചും ഒരു ജിന്നിനോടും പ്രാർത്ഥിക്കാൻ പാടില്ല. പാടുണ്ടോ മുജാഹിദുകളെ? പാടുണ്ടോ? ആരെങ്കിലും അങ്ങനെ വിളിക്കുന്നവരുണ്ടോ? ഏതെങ്കിലും ഒരു കുഞ്ഞു മുജാഹിദ് ഇന്ന് വരെ ഒരു പുഴക്കരയിലോ ഒരു കുളിക്കടവിലോ ഒരു വിജനപ്രദേശത്തോ ജിന്നെ കാക്കണേ എന്ന് വിളിച്ചിട്ടുണ്ടോ? അത് ആരോപണമല്ലേ? അതേ മുജാഹിദുകളെ, ആ ഒരു ആദർശ ധീരതയോടുകൂടി പടച്ച റബ്ബിന്റെ കാവലോർത്തുകൊണ്ട് മുന്നോട്ട് പോകൂ മുജാഹിദുകളെ. തളരാൻ പാടില്ല. ഈ ആദർശത്തിന്റെ കൈത്തിരി എനിക്കും നിങ്ങൾക്കും ഏത് നിമിഷം വേണ്ട എന്ന് തോന്നുന്നുവോ, നിങ്ങൾ പിന്മാറുന്നുവോ, യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്തൊരു കൂട്ടരെ പടച്ചോനുണ്ട് കൊണ്ടുവരും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. വേണ്ടുന്നവരെ അല്ലാഹ് കൊണ്ടുവന്നു തരും. ഇതിവിടെ നിലനിൽക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആദർശം ഇവിടെ നിലനിൽക്കും. അതിനേത് വില കൊടുക്കേണ്ടി വന്നാലും അത് നിലനിൽക്കും. അള്ളാഹുവിന്റെ കാവലുണ്ടാകും. തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ആയിരങ്ങൾ ഉണ്ടാകാം. നിങ്ങൾ ആ വികാരം മനസ്സിലാക്കണമെന്നാണ് ഇപ്പോഴും ഞാൻ ഒരു നേതൃത്വത്തെയും കുറ്റപ്പെടുത്തിയല്ല ഞാൻ പറയുന്നത്. എൻ്റെ വേദന, അതെന്റെ വേദന ഞാനല്ലാതെ ആര് പറയാനാണ്? ഞാൻ ആ ഒരു 6 മിനിറ്റ് സംസാരിച്ചതിന്, ഒരു ദിവസത്തെ മുഴുവനും ഒരു രാത്രിയുടെ ഏതാനും ഭാഗങ്ങളും എന്നെ ഇങ്ങനെ കൊത്തി വലിക്കാൻ മാത്രം എന്ത് അപരാധമാണ് ഞാൻ ചെയ്തതെന്റെ മുജാഹിദുകളെ? ഒന്നിക്കണം എന്ന് പറഞ്ഞത് അപശബ്ദമാണോ? ഒന്നിക്കണേ, തമ്മിൽ തല്ലരുത് ഉമ്മമാരെ ഉപ്പമാരെ എന്ന് പറഞ്ഞത് കണ്ണിലെ കരടാണോ പ്രിയമുള്ളവരെ? പൊൻപോലെ മുജാഹിദുകൾ കാത്തു സൂക്ഷിക്കുന്ന ഐക്യത്തിന്റെ ശബ്ദം അതെനിക്ക് കിട്ടിയ ഒരു വേദിയിൽ ഞാൻ പറഞ്ഞു. എനിക്കെന്റെ റബ്ബിനോടുള്ള മുൻകൂട്ടി റബ്ബേ എന്ന പ്രാർത്ഥനയല്ലാതെ ആരും എനിക്ക് വേണ്ടി അതിനെ ചുക്കാൻ പിടിച്ചിട്ടില്ല. ഞാൻ ആർക്കും വേണ്ടി അതിനു വേണ്ടി വാക്ക് കൊടുത്തിട്ടും പോയതല്ല. എൻ്റെ മനസ്സിന്റെ വിചാരമാണ്
ഞാൻ അവിടെ പ്രതിഫലിച്ചത്. ആ വിചാരം ഏറ്റെടുത്തവരാണ് നിങ്ങൾ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് എനിക്കിപ്പോഴും പറയാനുള്ളത്, ആദർശരംഗത്ത് നമുക്ക് വിട്ടുവീഴ്ചയില്ല. നമ്മുടെ കഴിഞ്ഞ സമ്മേളനത്തെ നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നവർ വിലയിരുത്തിയത് നിങ്ങൾ കേട്ടോ? ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രബോധനത്തിൽ ലേഖനം എഴുതി. എന്താ ലേഖനം എഴുതിയത്? നമ്മുടെ ഈ കഴിഞ്ഞ സമ്മേളനത്തെ വിലയിരുത്തിക്കൊണ്ടവർ ലേഖനം എഴുതിയത് എന്താണെന്നറിയോ? സമീപകാല സമ്മേളനങ്ങളെ പോലെ എതിർവിഭാഗത്തിനോട് വാശി തീർക്കാനുള്ള വേദിയായി KNM സമ്മേളനം ചുരുങ്ങാതിരുന്നത് ഭാവിയിലേക്കുള്ള നല്ല കാൽവെപ്പായി കാണണം. എന്താ പറഞ്ഞത്? മുജാഹിദ് സമ്മേളനത്തിൽ എതിരാളികൾക്കെതിരെ ഒരക്ഷരന്മാരും മിണ്ടിയില്ല, ഖുബൂരികൾക്കെതിരെ പ്രസംഗമുണ്ടായില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാം വിരുദ്ധ ആദർശങ്ങൾക്കെതിരെ പ്രസംഗമുണ്ടായില്ല, ഹദീസ് നിഷേധികൾക്കെതിരെ സംസാരമുണ്ടായില്ല. അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന നിലക്ക്, എത്രത്തോളം എന്നാൽ കാട്ടുകുബൂരിയായി അറിയപ്പെടുന്നയാളുടെ പിന്നിലും പോയി നിസ്കരിച്ച് കെട്ടിപ്പിടിക്കാമെന്ന് വരെ കള്ളക്കഥകൾ കൊണ്ട് പ്രോത്സാഹനം നടത്തിയ ഒരു സമ്മേളനം. പ്രിയമുള്ളവരെ, ആ നിലക്ക് ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഈ ഒരു ആദർശവും മെസ്സേജും കൊടുത്തുകൊണ്ട് പിരിഞ്ഞുപോയാൽ, സഹോദരങ്ങളെ, ജമാഅത്തുകാർ വലിയ സന്തോഷത്തിലാണ്. ആരെയും ഒന്നും പറയാത്തൊരു സമ്മേളനമായി നല്ല കാൽവെപ്പാണ്. പ്രിയമുള്ളവരെ, വ്യക്തിപരമായി ആരെയും പറയാൻ നമ്മൾ ആളല്ല. പക്ഷേ ആദർശം അത് ഞാൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും ആദർശത്തിനാണ് മേന്മയുള്ളത്. ആ ഒരു പ്രത്യേകമായ കൈക്കരുത്തോടുകൂടെയല്ല, മനക്കരുത്തോടുകൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് കൈക്കരുത്തല്ല ഉള്ളത്, നമുക്ക് ആൾബലമല്ല ഉള്ളത്, ആയുധബലമല്ല ഉള്ളത്, അംഗബലമല്ല ഉള്ളത്, ഒരു നിലക്കുള്ള ഭൗതികമായ ബലങ്ങളുമല്ല നമ്മെ നയിക്കുന്നത്. അല്ലാഹ്, നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ എന്ന പ്രാർത്ഥന, ആ പ്രതീക്ഷ, അവന്റെ മുമ്പിൽ മാത്രം മനസ്സ് തുറക്കുന്ന ആ ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷയോടെ പ്രിയമുള്ളവരെ നാം പിരിഞ്ഞു പോകണം. ഞാൻ ഇനി അധികം ദീർഘിച്ച് സംസാരിക്കുന്നില്ല, ഞാൻ കൂടുതലായി ഇനി സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ 27-ാം തീയതി തിരൂരിൽ സംസാരിക്കുവാനുണ്ട്. അതെ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ തൗഹീദി പ്രസ്ഥാനത്തിന്റെ ആദർശ രംഗത്ത് അടിയുറച്ചു നിന്നതിന്റെ പേരിൽ വേദികൾ കുറയുമെന്ന് പലരും പറയുന്നു. ഇനി ഇയാൾക്ക് വേദി കിട്ടില്ലെന്ന് പറയുന്നു. എനിക്കതിലും വിഷമമില്ല. എന്നെ ഇഷ്ടമുള്ളവർ വിളിച്ചാൽ മതി. ഞാൻ എൻ്റെ ഈ കണ്ട കാലത്ത്, ഈ കൊല്ലങ്ങൾക്കിടയിൽ ഈ ഉള്ളവന്റെ ഉസ്താദുമാരിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുള്ള പരിമിതമായ അറിവുകളുടെ വെളിച്ചത്തിൽ ഈ ഉള്ളവൻ പറഞ്ഞിട്ടുള്ള, അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണെങ്കിലും അതൊരു വസ്തുതയാണ്, ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നടത്തി. അല്ലാഹ് നീ കബൂൽ ചെയ്യണം. ആ ആയിരക്കണക്കിന് സീഡികളിൽ ഞാൻ പറഞ്ഞതിൽ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായത് വല്ലതുമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കരുതേ പ്രഭാഷണത്തിന്. ആയിരങ്ങളോടാണ് ഞാൻ പറയുന്നത്, പ്രസംഗമില്ലാതെ മൂലക്കിരുന്നാലും ആദർശ കേരളമേ, ആദർശ മുജാഹിദുകളെ, ഞാൻ പറഞ്ഞതിൽ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി വല്ലതുമുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല. അതല്ല, പ്രമാണമാണോ വലുത്? നമുക്കൊന്നായി മുന്നോട്ട് പോകണം. അതെ, സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ പിരിഞ്ഞു പോകൂ. അല്ലാഹു ഈ ജമാഅത്ത്, ഈ വലിയ സംഗമം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രാർത്ഥനകളോടെ പിരിഞ്ഞു പോകൂ ഉമ്മമാരെ, ഉപ്പമാരെ. നിങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ടുള്ള വാഹനങ്ങളിൽ പ്രാർത്ഥനയോടെ കയറൂ. അല്ലാഹുവേ അൻത സാഹിബു ഫിസ് സഫർ, അല്ലാഹുവേ യാത്രയിൽ നീയാണ് ഞങ്ങളുടെ കൂട്ടുകാരൻ, നീയാണ് ഞങ്ങളുടെ രക്ഷകൻ എന്ന് പറഞ്ഞ് ഒരു ചിന്നിനോടുമല്ല ഉമ്മമാരെ നമുക്ക് പറയാനുള്ളത്, ഒരു ചെകുത്താനോടും നമുക്ക് പറയാനില്ല. അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു, മിൻ വഅസാഇസ് സഫർ വകആബത്തിൽ മൻദർ വസൂഇൽ മുൻഖലബ് ഫിൽ മാലി വൽ അഹ്ൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ നിങ്ങളുടെ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. പടച്ച റബ്ബിന്റെ കാവൽ നിങ്ങൾക്കുണ്ട് മുജാഹിദുകളെ. ആർക്കും നിങ്ങളെ തളർത്താനാവില്ല മുജാഹിദുകളെ. ഒരു ദുശക്തികൾക്കും ഇതിനിടയിൽ കടന്നു വന്ന് നിങ്ങളെ തളർത്താനാവില്ല. നാം ഒന്നാണ്. നമ്മുടെ നേതാക്കൾ നമ്മെ സ്വീകരിക്കും. നമ്മുടെ നേതാക്കൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. നമ്മുടെ നേതാക്കൾ നമ്മെ മാറ്റി നിർത്തില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മുടെ നേതാക്കൾ നമ്മെ വെട്ടിമുറിക്കില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ല, നമ്മുടെ നേതാക്കൾക്ക് അതിന് കഴിയാതിരിക്കട്ടെ. അവരുടെ മനസ്സ് യോജിച്ചു വരണം. നമുക്കൊന്നായി പടവെട്ടണം. ഈ ആദർശ കേരളത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മന്ത്രധ്വനി, പടഹധ്വനി ഒന്നിച്ച് വക്കിൽ ജീവനുള്ള ത്തോളം അവസാനം ലോകത്തിന്റെ ഏത് കോണിൽ വെച്ചും മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞു മരിക്കാൻ സർവശക്തനായ നാഥ, പാരാവാരത്തിന്റെ സമീപത്ത് പാരാവാര സമാനമായി
തടിച്ചുകൂടിയ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കുന്ന ദുശക്തികൾ ആരൊക്കെയാണെന്ന് നീയാണ് നാഥ അറിയുന്നവൻ. നിനക്കേ അറിയൂ നാഥ. ആരാണ് ഈ പ്രശ്നത്തിന്റെ മുള പൊട്ടിച്ചത് എന്ന് നിനക്കേ റബ്ബേ അറിയൂ. നീയാണ് അറിയുന്നവൻ. അവരോട് ഇടപെടേണ്ട നിലക്ക് നീ ഇടപെടണം അല്ലാഹ്. അതല്ലാതെ എനിക്കൊന്നും ഈ അവസരത്ത് പ്രാർത്ഥിക്കാനില്ല. ഒന്നിക്കുവാനുള്ള ശബ്ദത്തെ ആ സ്നേഹത്തോടെ കാണാൻ ഞങ്ങളുടെ മുഴുവൻ നേതാക്കൾക്കും നീ ദീർഘായുസ്സുള്ള ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ നാഥ. ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദർശത്തിന്റെ പേരിൽ ഒന്നിക്കുമെങ്കിൽ ഞങ്ങൾ അതൊക്കെ മറക്കാൻ തയ്യാറാണ്. അതേപോലെ തന്നെ അവരോട് പറഞ്ഞതും കാൽക്കൽ ചെന്ന് മാപ്പ് പറയാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങളെ മുശ്രിക്കുകളാക്കരുതേ. ഒരു മുജാഹിദിനെയും ശിർക്ക് ചെയ്യുന്നവനെന്ന് വിളിക്കരുതേ. ജിന്നിനോട് പോയി തേടടാ എന്ന് പറയരുതേ. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവനെ എന്ന് വിളിക്കരുതേ. അത് സഹിക്കില്ല. അത് മുജാഹിദുകൾ ചെയ്യുന്നില്ല. ആ ഒരു ആദർശത്തിന്റെ കൃത്യമായ ധാരണയോടുകൂടി മഹല്ലുകളിൽ ചെന്നുകൊണ്ട് വിശ്രമിക്കാൻ നേരമില്ല. ഗൾഫ് രാജ്യങ്ങളിലുള്ള ഉമ്മമാര് പെങ്ങന്മാര് കണ്ണീരോടുകൂടെ കഴിയുന്ന കാലഘട്ടമാണ്. എന്തിനു വേണ്ടി? മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആയിരങ്ങൾ, ഈ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഇതിന് ആമീൻ ചൊല്ലുന്ന ആയിരങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ നാഥ. ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേ നാഥ. എന്ത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ളവനല്ലേ നാഥ നീ. ഏത് പ്രശ്നങ്ങളും എന്ത് അറ്റം വരെ വിട്ടുവീഴ്ചക്ക് പോയാലും മുജാഹിദ് കേരളമേ, നാളെ മുതൽ നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ നിങ്ങളുടെ ഭാഗധേയം നിർണയിക്കൂ. നിങ്ങൾ പ്രവർത്തിച്ച സർവ്വ പ്രവർത്തനങ്ങൾക്കും ഫുൾ സ്റ്റോപ്പ് ഇടാതെ, അവക്ക് ആ രൂപത്തിൽ അടിവരയിട്ടുകൊണ്ട് അതിന്റെ വാതിലുകൾ കൊട്ടിയടക്കാതെ, ഇതുവരെ ചെയ്ത മുഴുവൻ ദഅ്വാ പ്രവർത്തനങ്ങളുടെ ശക്തമായ കുത്തിയൊഴുക്കുമായി ഒഴുകൂ മുജാഹിദുകളെ. ശിർക്കിന്റെ കോട്ടകൊത്തളങ്ങൾക്കെതിരെ, ബിദ്അത്തിന്റെ കോട്ടകൊത്തളങ്ങൾക്കെതിരെ പടച്ച റബ്ബ് നമ്മോടൊപ്പമുണ്ട്. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുമ്മഗ്ഫിർ ലനാ വലിവാലിദീനാ യാ റബ്ബൽ ആലമീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.